ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിപ്പിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സൈക്കോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ് പൊതുവെ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് നമ്മൾ വിവാഹം സ്വർഗമാക്കൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ തെറ്റും ശരിയും ഒക്കെ തിരിച്ചറിയാനൊക്കെ വിജയരാമൻ സാർ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ നമ്മളിങ്ങനെ ഒരു ഫാമിലി കൗൺസിലർ എന്ന് പറയുന്ന തലത്തിലൂടെ പോവുകയാണ്. എല്ലാവർക്കും എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള കാര്യം, ആർക്കും ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. അത് ഈ മക്കളായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടോ മുത്തച്ഛന്മാരൊക്കെ ആയിട്ട് ഇതിന്റെ ആ ഒരു ഫെട്ടേണിറ്റിയിലുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അതിനേക്കാളും പ്രാധാന്യമുള്ളതാണ്. പലപ്പോഴും വിവാഹത്തെയൊക്കെ സ്വല്പം നെഗറ്റീവായിട്ട് കാണുന്ന ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളതിനെ കൃത്യമായിട്ട് ചർച്ച ചെയ്യാൻ വിജയരാമൻ സാർ തരുന്ന ഇൻഫർമേഷൻസ് ഒക്കെ വളരെ വളരെ എഫക്റ്റീവ്. അപ്പൊ അതുകൊണ്ട് തന്നെ 5ാമത്തെ ഈ സെഷനിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട വിജയരാമൻ സാർ. വിജയരാമൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. അപ്പോ നേരത്തെ സെഷനുകളിൽ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് ഓർമ്മിച്ച് എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 50% ഡിസ്കഷൻ, ചർച്ചകളിലൂടെ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും അറിവുകൾ പങ്കുവയ്ക്കുക. അതില് നമുക്ക് എന്ത് മെച്ചപ്പെടുത്താൻ കഴിയും? പെർഫെക്റ്റ് ആയിട്ടുള്ള നോട്ട് നമ്മൾ തരുന്നു. അതിൽ വെച്ച് നമുക്ക് എന്ത് മെച്ചപ്പെടുത്താൻ കഴിയും? അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങള് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും? അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ആൾക്കാര് ഈ ഘട്ടങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. അപ്പോ അതില് നമുക്ക് അവർക്ക് എന്ത് സജഷൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? ഇതും കൂടി ചിന്തിക്കാനുള്ളതായിട്ട് അവസരം. അതിനാണ് ചർച്ചകൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് മെരിറ്റൽ എൻറിച്ച്മെന്റ് എന്നുള്ള ഒരു കൗൺസിലിംഗ് രൂപത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത് എങ്ങനെ എഫക്റ്റീവ് ആകുന്നു എന്നും കൂടി നമ്മൾ അനുഭവിക്കാൻ ആഗ്രഹിക്കണം. അതാണ് ഇത്രയധികം സെഷനുകളും വെച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ നേരിട്ട് തന്നെ ഷെയറിങ്ങിലേക്ക് കിടക്കാണ്. ഓക്കെ, PPT ഷെയറിങ്ങിലേക്ക് കിടക്കാണ്. കേൾക്കുന്നുണ്ടല്ലോ എന്നെ അല്ലേ? ഓക്കെ. അപ്പൊ PPT ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, നേരത്തെ സ്ലൈഡുകളെല്ലാം ആവർത്തിക്കുന്നില്ല. നമ്മൾ എത്തി നിന്ന സ്ലൈഡിലേക്ക് നമുക്ക് വരാം. ഇതൊക്കെ ഒന്ന് ഓർമ്മിക്കാനാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ അത് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ നമ്മൾ എത്തി നിന്ന സ്ലൈഡിൽ ജീവിത ടാസ്കുകളെ കുറിച്ച്, വൈവാഹിക ജീവിതത്തിന്റെ ടാസ്കുകളെ കുറിച്ച് പറഞ്ഞു. പിന്നെ സാധാരണ മേഖലകൾ, ഇത്രയും മേഖലകളിൽ ഇത് ആണ് ഒരുപാട് മെത്തേഡ്സ്, ഒരുപാട് ഇതുണ്ട്. ഇതിന് അപ്രൂവ്ഡ് ആയിട്ടുള്ള കുറെ ലോകത്തില് ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് രീതികളുണ്ട്. അതില് എന്തൊക്കെയായാലും ഈ ബേസിക് പ്രശ്നങ്ങളാണ് അവരവിടെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനാണ് ഇത് പറഞ്ഞത്. പിന്നീട് നമ്മൾ ആശയവിനിമയത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സംസാരിച്ചു, നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അതൊരു ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സംഘർഷ പരിഹാരത്തെ കുറിച്ച് നമ്മൾ കുറച്ച് പറഞ്ഞു. ഇതിനെപ്പറ്റി കുറച്ചുകൂടി അധികം പറഞ്ഞുകൂടെ? ഒന്ന് ഷെയർ ചെയ്യാൻ മെൽക്കെടാണെങ്കിൽ, ഇപ്പോ സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധാരണ സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? സംഘർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ തുടങ്ങി അത്
തമ്മിൽ വഴക്കായി അങ്ങനെ പുരോഗമിക്കുന്നത് അല്ലെ? കുടുംബത്തിന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുന്ന ഒരു കാര്യമാണ്. അതിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ സംഘർഷം എന്ന് പറയുന്നത്. ഇത് തുടങ്ങിയ എന്തൊക്കെ കാരണങ്ങൾ? ഒന്ന് സാബു സാർ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആശയവിനിമയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത്. അതായത് ആശയവിനിമയ തകരാറുണ്ടെങ്കിൽ അത് നയിക്കുക സംഘർഷത്തിലേക്കാണ്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളിലേക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വഴക്കിലേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആശയവിനിമയ പ്രശ്നങ്ങള് ഇപ്പൊ ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സാമ്പത്തികം, കുട്ടികളെ വളർത്തുന്ന രീതി, മൂലകുടുംബ പ്രശ്നങ്ങൾ, ഇന്റിമസി, തീരുമാനമെടുക്കൽ അല്ലെ? പിന്നെ വേറെ പറഞ്ഞിട്ടുള്ള എന്താണ്? പ്രതീക്ഷകളിലെ യോജിപ്പില്ലായ്മ. അതായത് വൈവാഹിക പ്രതീക്ഷകളിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഓരോ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. ആ പ്രതീക്ഷകളിൽ യോജിപ്പില്ലാത്ത അവസ്ഥയിൽ അത് സബ് കോൺഷ്യസ് ആയിട്ടും പിന്നെ അറിഞ്ഞുകൊണ്ടും അറിയാതെയും അറിഞ്ഞു, നമുക്ക് ഇതില്ലാതെ അവബോധം ഇല്ലാതെ തന്നെ നമ്മൾ ഇതിൽ പ്രതികരിക്കും. എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു, ഞാൻ ആഗ്രഹിച്ച ഭർത്താവ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഭാര്യ ഇങ്ങനെയായിരുന്നു. ഇതൊന്നും പറയാതെ തന്നെ മനസ്സിൻ്റെ അകത്ത് കിടക്കും. അത് പിന്നെ സംഘർഷം, കോൺഫ്ലിക്റ്റ്, വഴക്കായിട്ട് മാറും. ഇങ്ങനെയൊക്കെ ആണ്. പിന്നെ വേറെ ഈ ആശയവിനിമയ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ആശയവിനിമയ പ്രശ്നങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോ എന്താണ് ആശയവിനിമയ പ്രശ്നങ്ങളില് സംഘർഷങ്ങൾ നന്നായിട്ടുണ്ടാവും അല്ലെ? അത് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ? പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാ വരിക? അത് എങ്ങനെ പണം കൈകാര്യം ചെയ്യണം അല്ലെ? ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ, പിന്നെ ആത്മാഭിമാനം, അതുപോലെ തന്നെ പവർ, അധികാരം, ഇതൊക്കെ സമ്പത്ത് വിഭജനം നടത്തുന്നതിലാണ് ഉൾക്കൊള്ളുന്നത്. അതായത് മനുഷ്യന്റെ അന്തസ്സ്, സ്നേഹത്തിന്റെ മൂല്യങ്ങളുള്ള അവസ്ഥ, ഇതൊക്കെയും സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള അതിന്റെ കൈകാര്യം ചെയ്യലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ കുടുംബ ലക്ഷ്യങ്ങൾ, ഓരോരുത്തർക്കും കുടുംബത്തിൽ ഇത്ര ഇന്ന കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹം, അതിനും പണം ചെലവഴിച്ചിട്ട് അതെങ്ങനെ, അതെ ഇന്നതിന് വേണ്ടി ഇത്ര പണം ചെലവഴിക്കാം, ഇന്നതിന് ഇത്ര ചെലവഴിക്കേണ്ടതില്ല, ഇതൊക്കെ തർക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അപ്പോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നമാണ്. പിന്നീട് കുട്ടികളെ വളർത്തുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക? അത് പല മേഖലകളിലേക്കും വരും. കുട്ടികളെ എങ്ങനെ അച്ചടക്കം അല്ലെ? അച്ചടക്ക രീതികൾ എന്തൊക്കെയാണ്? അതൊന്ന്. പിന്നെ ചില കുട്ടികൾക്ക് ചില അംഗവിഹീനത അല്ലെ, മാനസിക വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ, അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകാം. പിന്നെ ഇതൊക്കെയാണ് അല്ലെ? ഈ പിന്നെയുള്ള വിഷയം എന്താണ്? ലൈംഗിക പ്രശ്നങ്ങൾ ഞാൻ ഇതില് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. മിക്കവാറും ലൈംഗിക പ്രശ്നങ്ങളിൽ വഴക്കുണ്ടാകും. അത് നേരത്തെ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ്, കോൺഷ്യസ്. ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഒരു മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫോർ പ്ലേ ചെയ്യാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അങ്ങനെ അതായത് യാതൊരുവിധ ജ്ഞാനവുമില്ലാതെ, ലൈംഗിക ജ്ഞാനവുമില്ലാതെ വൈവാഹിക ബന്ധത്തിലേക്ക് വരുമ്പോൾ അത് സംഘർഷത്തിലേക്ക് നയിക്കാം. തുടക്കത്തിൽ തന്നെ ഒരു മാം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മാമിനോട് പറഞ്ഞു അതും ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇതിന് ഈ മെരിറ്റൽ എൻറിച്ച്മെന്റ് സ്കീമിൽ ഒരു വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് സെക്ഷൽ എൻറിച്ച്മെന്റ് അത് ചെയ്യുന്നുണ്ട്. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് ലാസ്റ്റ് സെഷനിൽ കൂടുതലായിട്ട് പറയാം. ഇപ്പൊ ഈ കോൺഫ്ലിക്റ്റുകൾ എങ്ങനെ ഉണ്ടാവുക ലൈംഗിക പ്രശ്നം ഉണ്ടാകുമ്പോൾ? അതായത് ലൈംഗിക അസംതൃപ്തി നേരിട്ട് നയിക്കുക പരസ്പര വിശ്വാസമില്ലായ്മയിലേക്ക് ആണെന്നാണ് ശരി. പിന്നെ
അത് അങ്ങനെ പരസ്പരം സംഘർഷങ്ങൾ ഉണ്ടാക്കും. ഒരാൾ മറ്റാളെ വിശ്വസിക്കാത്ത അവസ്ഥ, പല ചിന്തകളും വരും, അങ്ങനെ സംശയങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ട് വിശ്വസിക്കാത്ത അവസ്ഥ വരും. പിന്നെ വരുന്നത് സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ, ലൈംഗിക സംതൃപ്തി ഇല്ലാത്ത സമയത്ത് താല്പര്യമില്ലാതെ വരും. അതുപോലെ തന്നെ ലൈംഗിക പ്രവൃത്തികൾ ആസ്വദിക്കാനുള്ള കഴിവുകളും ഒക്കെ. ഇതൊക്കെ കാരണമാണ് ലൈംഗിക പ്രശ്നങ്ങളും അതിന് ഇതുള്ള കോൺഫ്ലിക്റ്റിലുള്ളത്. പിന്നെ തീരുമാനമെടുക്കലിന്റെ പ്രശ്നം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ? അത് നന്നായിട്ട് മറ്റൊരാളെ കേൾക്കാൻ കഴിയും, അല്ലെ ഭാര്യയെ ഭർത്താവിനെ കേൾക്കാൻ കഴിയാതിരിക്കുക, അതുപോലെ ഭർത്താവിനെ ഭാര്യയ്ക്ക് കേൾക്കാൻ കഴിയാതിരിക്കുക, പിന്നെ ആര് തീരുമാനം എടുക്കണം എന്നതിൽ തർക്കം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നെഗോഷിയേഷൻ ചെയ്യാനുള്ള സ്കില്ല്, വൈദഗ്ധ്യം ഇല്ലാതെ വരുമ്പോഴാണ് ഈ തീരുമാനം എടുക്കാനുള്ള പ്രശ്നത്തിലേക്ക് കൂടുതൽ സംഘർഷം ഉണ്ടാകുക. പിന്നെ ഈ വൈവാഹിക സംഘർഷത്തിനെല്ലാം ഒരു 2-3 സ്റ്റേജുകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു ദമ്പതികളാണെങ്കിൽ അവരുടെ ഈ സംഘർഷം, അതുപോലെ വഴക്ക്, ഇതിന് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് മനസ്സിലാക്കാൻ ആദ്യത്തെ സൂചന ഇതാണ്. അതായത് അവര് ആശയവിനിമയം കുറയും, പരസ്പരം സംസാരിക്കുന്നത് കുറയും, വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അംഗവിക്ഷേപങ്ങൾ, അത് നമ്മളെ ജസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കിന് തുടങ്ങാനുള്ള സാധ്യത വഴക്കിലാണെന്ന് മനസ്സിലാവും. അതായത് പെരുമാറ്റങ്ങളിൽ ഭയം, നിരാശ, രോഷം, ഇതൊക്കെ കണ്ടെത്താൻ കഴിയും. പിന്നീട് രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കാല് അതുപോലെ ശരീരത്താലൊക്കെ പരസ്പരം ഉപദ്രവിക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ സിംബോളിക് ബ്ലോസ്, അതായത് വൈകാരികമായ അടി. സാധാരണ ഇതില് പുരുഷന് സ്ത്രീയെക്കാട്ടിലും ശക്തി ഉണ്ടെന്നും ശാരീരിക ശേഷി ഉണ്ടെന്നും ഒക്കെയാണല്ലോ നമ്മുടെ പൊതുവെ ഉള്ളത് ഇത്. അപ്പൊ പുരുഷൻ അടിച്ചമർത്തുന്നു സ്ത്രീയെ, പക്ഷെ സ്ത്രീയുടെ കയ്യില് വളരെ ശക്തമായ ഒരു ആയുധമുണ്ട്. അതിന് സിംബോളിക് ബ്ലോസ്, അതായത് ഇമോഷണൽ ബ്ലോസ് എന്ന് പറയും. അതായത് വൈകാരികമായി അടിക്കാൻ ഉള്ള കഴിവുണ്ട്. അതാണ് ശരിക്കും ശാരീരികമായി അടിക്കുന്നതിനേക്കാളും തീക്ഷ്ണമായിട്ട് ഈ വൈവാഹിക ബന്ധങ്ങളിലേക്ക് വരുമ്പോ വരിക. അപ്പോ ഇങ്ങനത്തെ വൈകാരികമായ അടികളിലെയും, അതുപോലെ ഭർത്താവ് ശാരീരികമായ അടിക്ക് ശക്തി കൂടുതലുണ്ട്, സാമൂഹ്യ അംഗീകാരം ഭർത്താവിന് കൂടുതൽ, അല്ലെ? പെട്രിയാട്രിക് സൊസൈറ്റി അല്ലേ നമുക്കുള്ളത്. ഭർത്താവിന് കൂടുതൽ അംഗീകാരം സമൂഹത്തിൽ കിട്ടുമായിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് വരും, പുരുഷന് കൂടുതൽ. അപ്പോ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീയുടെ അടുത്ത് ഈ വൈകാരികമായിട്ടുള്ള സിംബോളിക് ബ്ലോസ്, വൈകാരികമായിട്ടുള്ള അടിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. അപ്പോ ഇതൊക്കെയാണ്. പിന്നെ കുറഞ്ഞു കഴിഞ്ഞ മൂന്നാമത്തെ സ്റ്റേജില് അക്കോമഡേഷൻ സ്റ്റേജാണ്. അത് ഇങ്ങനെ മനസ്സിൽ വെക്കപ്പോ ആ സ്റ്റേജിൽ തൽക്കാലിക ഒരു വിരാമത്തിലെത്തിയിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഉള്ള അവര് സ്വയം ചിന്തിക്കും, ഇതിങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഇന്നതൊക്കെ ആവാം, ഇപ്പൊ കാരണങ്ങൾ ഉണ്ടാവും. എന്നിട്ട് ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വിലയിരുത്തലാണ്, റീ അസസ്മെന്റ് സ്റ്റേജ് ആണ്. ആ സമയത്ത് പല നല്ല ചിന്തകളും വരും. അതായത് ഭാര്യയാണെങ്കിൽ ചിന്തിക്കും, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, ഇങ്ങനെ ഈ കാര്യങ്ങളിൽ എല്ലാം വഴക്കായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താവും, ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും മാപ്പ് കൊടുക്കലും, അല്ലെങ്കിൽ പിന്നെ ഒന്നിച്ച് പ്രശ്നം സംസാരിച്ച് പരിഹരിക്കലോ, അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കലോ, അല്ലെങ്കിൽ തൽക്കാലം മാറ്റിവെക്കലോ, ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടുവന്നിട്ട് തൽക്കാലം വഴക്കില്ലാതെ മുന്നോട്ട് പോകും. പക്ഷെ അതിന്റെ വേരുകൾ അവിടെ അപ്പോഴും കിടക്കും. പിന്നീടാണ് ലാസ്റ്റ് സ്റ്റേജ്, അതിന് ആഫ്റ്റർമാത്ത് സ്റ്റേജ് എന്ന് പറയും, പിന്നീടുള്ള സ്റ്റേജ് എന്ന് പറയും. അവിടെ ഈ റീഅസസ്മെന്റ് സ്റ്റേജില്, നാലാമത്തെ സ്റ്റേജിലുള്ള അതിന്റെ ഫലങ്ങൾ അത് ഇങ്ങനെ മനസ്സിന്റെ അകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ അതിന്റെ സ്രോതസ്സിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് സ്രോതസ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ വിവാഹേതര ബന്ധമാണ് ഭർത്താവിനോ ഭാര്യയ്ക്കോ.
എങ്കില് അതിന് ഉത്തരവാദിയായുള്ള ആളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീരും. അല്ലെങ്കിൽ കൗൺസിലിയേഷൻ നടത്തിയിട്ട് ഒരു കൗൺസിലറോ തെറാപ്പിസ്റ്റോ ഇടപെട്ടിട്ട് തീർത്തു കഴിഞ്ഞാൽ പ്രശ്നം തരും. അല്ലാത്ത അവസ്ഥയില് ഉള്ളില് മുറിവേറ്റിട്ട് ഭാര്യ ഭർത്താക്കന്മാര് അങ്ങനെ ജീവിതം തുടരും. ആ സമയത്ത് ഇത് 2 തരത്തിലേക്ക് പോകാം. ഒന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഈ കൗൺസിലേഷൻ നടത്തി അതുപോലെ തന്നെ സ്രോതസ്സിനെ ഒഴിവാക്കി കാരണം ഉണ്ടായ കാര്യത്തെ ഒഴിവാക്കി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃബന്ധം നന്നായിട്ട് പോകും. ഇല്ലാത്ത അവസ്ഥയില് അത് ഒരു ഭീകര സംഘർഷമായിട്ട് മാറും. അങ്ങനെയാണ് അത് ഡിവോഴ്സിലേക്കും ഒക്കെ നയിക്കുക. ഇനി എങ്ങനെ കോൺഫ്ലിക്റ്റുകൾ പരിഹരിക്കാം? കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? എല്ലാ കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ വഴക്കുകളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. അതിന് അതിൻ്റെതായുള്ള വൈദഗ്ധ്യം ഉപയോഗിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? 2 കാര്യങ്ങൾ, 3 സികളൊക്കെ 3 C's എന്ന് പറയുന്നു, അതുപോലെ 3 R's എന്ന് പറയുന്നു. 3 C's എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ്, കോഓപ്പറേഷൻ, കോംപ്രമൈസ്. അതായത് അഹിംസാത്മകമായിട്ട് സംഘർഷം പരിഹാരം ചെയ്യും എന്നുള്ള പരസ്പരം ഒരു ഉറപ്പ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉണ്ടാകുക. അതാണ് കമ്മിറ്റ്. വിവാഹത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്, വൈവാഹിക ജീവിതത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്, പ്രതിജ്ഞാബദ്ധത, ഇത് ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്തായാലും. വൈവാഹിക ബന്ധമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പുരുഷൻ സ്ത്രീ എന്നുള്ള വളരെ വളരെ വ്യത്യസ്തമായ ഒരു 2 എൻറ്റൈറ്റികൾ, വൈകാരികമായും ശാരീരികമായും മാനസികമായും വളരെയധികം വ്യത്യസ്തമായ 2 എൻറ്റൈറ്റികൾ, 2 ജീവികൾ, അല്ലെങ്കിൽ 2 മനുഷ്യർ. അവര് ഒന്നിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. ഞങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകളേ ഉണ്ടായിട്ടില്ല എന്ന് ഏതെങ്കിലും ഭാര്യയും ഭർത്താവും പറയുകയാണെങ്കിൽ അവർ മികച്ച കാപട്യമുള്ളവരാണ്. സത്യത്തിൽ ഉണ്ടായിരിക്കുക, പക്ഷെ അവര് വിജയകരമായി അവയെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും. പിന്നെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാതെ തരവില്ല എന്ന് ഞാൻ പറഞ്ഞു. ഉണ്ടാകും എന്ന കാര്യത്തിൽ 100% ഉറപ്പ്. പിന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മുൻപത്തേക്കാൾ ഏറെ 10 മടങ്ങ് ശക്തിയോട് കൂടിയായിരിക്കും അവരുടെ ബന്ധങ്ങൾ. ആ ബന്ധം കൂടുതൽ ശക്തിപ്പെടും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ കോൺഫ്ലിക്റ്റുകളെ ഭയക്കുകയല്ല, വഴക്കുകളെ ഭയക്കുകയല്ല, ആ വഴക്കുകൾ പരിഹരിക്കാനുള്ള വൈദഗ്ധ്യം നേടുകയാണ് ഒരു ഉത്തമ രീതി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു 3 Cകളിൽ ഒരു C ആണ് പ്രതിജ്ഞാബദ്ധത അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്. നമ്മൾ എന്ത് വഴക്ക് വന്നാലും നമ്മൾ പ്രയോഗമോ അല്ലെങ്കിൽ ശരീരം വേദനിപ്പിക്കുന്ന പരിപാടികളോ ഇതൊന്നും പറഞ്ഞ സ്ത്രീകളുടെ കാര്യം പുറത്തുള്ള ഇമോഷണൽ ബ്ലോ ഞാൻ പറഞ്ഞു. സ്ത്രീകൾ ചെയ്യുന്നത്, പുരുഷൻ ശക്തി ഉപയോഗിച്ച് സ്ത്രീയെ അടിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്യുന്നത് വൈകാരികമായ ബ്ലോ കൊടുക്കുകയാണ്, വൈകാരികമായി അടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സിംബോളിക് ബ്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞ അത് വളരെ ശക്തമാണ്. ഇതിനേക്കാളും ശാരീരികമായിട്ട് മർദ്ദിക്കുന്നേക്കാളിലും ശക്തമായിട്ട് അത്. ഇത് രണ്ടൊന്നും നമ്മൾ ചെയ്യില്ല എന്ന പ്രതിജ്ഞാബദ്ധത. അതാണ് കോഓപ്പറേഷൻ. രണ്ടാമത്തെ ഒന്ന് കമ്മിറ്റ്മെന്റ്, രണ്ടാമത്തെ കോഓപ്പറേഷൻ, മൂന്നാമത്തെ കോംപ്രമൈസ്. 3 Cകൾ. അതെ, കോഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പരസ്പരമായ പൊതുനന്മയ്ക്കായിട്ട് ഒന്നിച്ച് ജോലി ചെയ്യും എന്നൊരു മനസ്സിൽ തീർപ്പ്. പിന്നെ കോംപ്രമൈസ്, എന്ത് വന്നാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യും, നമ്മൾ അല്പം വളയും. ബെൻഡിങ് ആൻഡ് മെൻഡിങ് ആണ് കോംപ്രമൈസിന് പറയാ. ഒന്ന് വളയ, ഇത്തിരി നന്നാക്കുക, കുറച്ചൊന്ന് വളയാൻ തയ്യാറാവുക, കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവുക, എന്നിട്ട് കുറച്ചൊന്ന് മെച്ചപ്പെടുത്താൻ. അതായത് ഭർത്താവായ ഞാനും ഒന്ന് കുറച്ച് മെച്ചപ്പെടുക, ഭാര്യയായ അവളും ഇത്തിരി മെച്ചപ്പെടുക, അതുപോലെ തന്നെ ഇത്തിരി ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് ഇത്തിരി വളയുക എന്ന് ചിന്താഗതി. അതാണ് 3 Cകൾ. ഓക്കെ, ഓരോരുത്തരും കുറച്ച് ഇച്ചിരി ഉപേക്ഷിക്കുക, അതുപോലെ തന്നെ കുറച്ച് നേടുകയും ചെയ്യുക. ആരും തോൽക്കുന്നില്ല, രണ്ടുപേരും ജയിക്കുക.
ഇനി അടുത്തത് 3 ആറുകൾ, 3 R's ആണ്. 3 R's. അത് റെസ്പെക്ട്, റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക, പരസ്പരം ബഹുമാനിക്കുക. ഗിവ് ആൻഡ് ടേക്ക്, അല്ലെ? ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. പരസ്പരം ബഹുമാനം, അങ്ങോട്ട് ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബഹുമാനം കിട്ടും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പിന്നെ അവകാശം. നമുക്ക് ഓരോ വ്യക്തി എന്നുള്ളതായിരിക്കും, അത് ഭാര്യ ആയിപ്പോയി എന്ന് വെച്ചിട്ട്, ഭർത്താവായി പോയി എന്ന് വെച്ചിട്ട് നമ്മുടെ അവകാശങ്ങൾ ഇല്ലാതെ ആകുന്നില്ല. ഒരാളുടെ അവകാശത്തെ മറ്റൊരാൾ ലംഘിക്കാൻ മെനക്കെടരുത്. ഭാര്യയാണ് അടക്കി ഭരിക്കാൻ ഭർത്താവ് മെനക്കെടരുത്. അതുപോലെ തന്നെ ഭാര്യ തിരിച്ചും ആകരുത്. അപ്പോ റൈറ്റ്സ്, റെസ്പെക്ട്, റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി. അപ്പോ നമ്മൾ പലപ്പോഴും വഴക്കുകൾ വരുന്ന സമയത്ത് അതിനൊരു ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരെ വഴക്കിന്റെ കാര്യത്തിൽ. ആരെങ്കിലും ഒരാൾ ഒരു ഉടമസ്ഥാവകാശം ഏറ്റെടുക്കണം. ഈ കുടുംബം നന്നായിട്ട് നടക്കേണ്ട ഉത്തരവാദിത്തം എന്റേതാണ് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പരിപൂർണമായിട്ടുള്ള ഇത് വേണം, ചുമതല ഏറ്റെടുക്കുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു രീതി ഉണ്ടാവുക. ആരും മറ്റൊരാളെ വെറുതെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പല രീതിയിലും ഈ സംഘർഷങ്ങളെ പല തരത്തിലും ആൾക്കാർ, ചിലര് ഇതിനെ ഒഴിവാക്കും. ചിലര് കുടുംബ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് അതിൻ്റെതായ രീതി ഉണ്ടാവും. ചിലപ്പോൾ അത് ആധിപത്യം ചെലുത്തിയിട്ടായിരിക്കും. ഈ കുടുംബത്തിൽ ഇതൊന്നും നടപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ട രീതിയിൽ അതിന്റെ ഓരോ കുടുംബത്തിനും പ്രത്യേക രീതിയിൽ അത് വെച്ചാൽ ഇതാക്കും. ചിലർ ഇതെല്ലാം ഒഴിവാക്കും, സാരില്ല പോട്ടെ, എന്താണ് ചട്ടി കലവായ തട്ടി മുട്ടിയൊക്കെ ഇരിക്കും, ഇതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല. ഓക്കെ. പിന്നെ ഇനി എന്താ വെച്ചാൽ കുറെ ഡിഫൻസ് മെക്കാനിസങ്ങൾ ഇതിലേക്ക് വരും, വന്നിട്ട് അത് ആ രീതിയിൽ അത് മുന്നോട്ട് പോകും. പിന്നെ ശരിയായ രീതിയിൽ എന്താണുള്ളത് സംഘർഷങ്ങൾ പരിഹരിക്കാൻ? അതായത് ആദ്യത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുക്കുക എന്ന് പറയുന്നത്. അതായത് ഈ ഭർത്താവ് ഇന്നത് ചെയ്യണം, ഭാര്യ ഇന്നത് ചെയ്യണം എന്നുള്ള നിയമം വെച്ചിട്ട് പെരുമാറുക, അങ്ങനെ അതാണുള്ളത്. പിന്നെ ആരെങ്കിലും ഒരാളെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ശക്തമായിട്ട് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, ഇതാണ് വേറൊരു രീതി. അങ്ങനെ ഇപ്പൊ കുറച്ച് രീതികൾ അങ്ങനെ ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഇനി എങ്ങനെയാണ് ഇതിന്റെ പോസിറ്റീവായിട്ട് സംഘർഷങ്ങൾ പരിഹരിക്കാൻ ചില വഴികൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, പ്രശ്നത്തിന്റെ ഉടമസ്ഥ അവകാശം ആരെങ്കിലും ഏറ്റെടുക്കുക. ഉടമസ്ഥാവകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബമാണ്. ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാതെ നോക്കേണ്ടത് എന്റെ കടമയാണ് എന്ന് ആരെങ്കിലും ആണ്. ഭാര്യ ആയാലും കുഴപ്പം ഇല്ല, ഭർത്താവായാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഉടമസ്ഥാവകാശം ഏറ്റെടുക്കണം. ഇതിന് ഐ സന്ദേശങ്ങൾ ഉപയോഗിക്കണം. സംഭാഷണത്തിൽ യു എന്നത് പൂർണ്ണമായി ഒഴിവാക്കണം. ഒരാൾ മറ്റൊരാളെ എന്ത് കാരണവശാലും കുറ്റപ്പെടുത്തരുത്. ഓക്കെ, ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ചെയ്യാവോ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വൈവാഹിക ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഐ സന്ദേശങ്ങൾ ഉപയോഗിക്കുക, ഞാൻ എന്നുള്ള സന്ദേശങ്ങൾ ഉപയോഗിക്കുക. ഈ ഐ സന്ദേശത്തിന് 3 ഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര നമുക്ക് തോന്നും വളരെ മോശമായ ഒരു കാര്യമാണ് ഭർത്താവ് ചെയ്തത്, വളരെ മോശമായ കാര്യമാണ് ഭാര്യ ചെയ്തത്, സ്ഥിതിവിശേഷം മഹാമോശമാണ്, എങ്കിൽ കൂടെയും കുറ്റപ്പെടുത്താതെ അത് വിവരിക്കാൻ പറ്റും. അതായത് സ്ഥിതിവിശേഷത്തിന്റെ കുറ്റപ്പെടുത്താത്ത ഒരു വിവരണം ഐ സന്ദേശം, ഐ മെസ്സേജ് വെച്ച് അത് കൈകാര്യം ചെയ്യാൻ ഉണ്ടാവില്ല. പിന്നെ ഈ ഐ മെസ്സേജ് വെച്ചിട്ട് എന്ത് പ്രശ്നവും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതായത് അടുത്ത അവതരിക്കപ്പെടുന്ന ഭാര്യയാണ് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഭാര്യ
ഭർത്താവല്ലേ, ഭർത്താവിനല്ലോ പറയാ, ആ ഭർത്താവിന്റെ പെരുമാറ്റത്തിന് നമുക്ക് ഒരു തരത്തിൽ കണക്കാക്കാൻ പറ്റും, അതിനപ്പുറം പോകില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ പരിധിക്ക് അപ്പുറം പോകില്ല ഐ മെസ്സേജ് ഉപയോഗിച്ചാൽ. പിന്നെ ഐ മെസ്സേജ് ഉപയോഗിക്കുന്ന സമയത്ത് ഫീലിങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. ഈ പറയുമ്പോ നമ്മൾ എന്താണ്, നമ്മുടെ ഫീലിംഗ് ആണ് പുറമേക്ക് പറയുന്നത്. സാധാരണഗതിയിൽ യു മെസ്സേജ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് എസ്കേപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു രീതിയുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും മറ്റാളാണ് കാരണക്കാര് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് വരാം. അപ്പോ ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് ഇത് ചെയ്യാവോ, ആരെങ്കിലും ഒന്ന് ഡിസ്കഷൻ ചെയ്യാവോ? ഐ മെസ്സേജ് എന്താണെന്നും. സാധാരണ നടക്കാറ് ഒരു വഴക്ക് വരികയാണെങ്കിൽ യു മെസ്സേജ് ആണ് വരാറ്. ഐ മെസ്സേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ സംഘർഷങ്ങള് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയമാണിത്. ഇതിന് പല കാരണങ്ങളുണ്ട്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, തുടക്കത്തിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ഇന്ററാക്ഷൻ അല്ലേ, ഡീവിയേഷൻ, ഇന്ററാക്ഷനിലെ നെഗറ്റീവ് ഡീവിയേഷൻ ആണ് പ്രശ്നങ്ങൾ. കാരണം അങ്ങനെ നമ്മൾ പലം പറഞ്ഞു, അത്തരം പ്രശ്നങ്ങളൊക്കെ അത് ആ രീതി വെച്ച് കൈകാര്യം ചെയ്താലേ തീരുള്ളൂ. പക്ഷെ ഈ സംഘർഷത്തിന്റെ മാത്രം വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിന്റെ, വഴക്കിന്റെ മാത്രം പ്രശ്നം വരുവാണെങ്കിൽ ഈ ഐ മെസ്സേജ് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ വഴക്കുകളും ഇല്ലാതെയാവും. അപ്പൊ അതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് ചർച്ച ചെയ്യൂ, പറയൂ, അഭിപ്രായം പറയൂ. ഐ മെസ്സേജ് എങ്ങനെയാണ്, അതുപോലെ അഭിപ്രായങ്ങൾ പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. ടോമി സാർ പറയൂ. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം മറ്റുള്ളവർ കാരണമാണെന്നാണ്. പലപ്പോഴും ഞാനാണ് അതിനകത്ത്, അല്ലെങ്കിൽ ഞാനാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള രൂപത്തിൽ ഒരു മനോഭാവം ഉണ്ടാക്കി ആ രൂപത്തിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുകയും ചെയ്താൽ, നമുക്കുണ്ടായാൽ മാത്രം പോരാ, അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഒരു വലിയ പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് എനിക്കും തോന്നുന്നത്. എന്തെങ്കിലും അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യഭാവത്തിൽ നോക്കുകയും ചെയ്താൽ അത് ആളിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ദേഷ്യഭാവത്തിൽ നോക്കുക അല്ലെ, അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ആദ്യം പറഞ്ഞത് ടോമി സാർ അല്ലേ? കഴിയുന്നത്ര വീഡിയോ ആണ് ചെയ്യണേ. അപ്പോ അതെന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ. അതുപോലെ തന്നെ സാറെന്താ പറയുന്നത്, ഗോപകുമാർ സാറ്? ക്ലിയർ ആയിരുന്നില്ലായിരുന്നു അത്. ഞാൻ പറയുന്ന ഐ മെസ്സേജ് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ്. ഇത് ഈ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഭാര്യാഭർത്തകന്മാരുള്ള വഴക്കുകള് ഒരു പരിധി വരെ തന്നെ ഇല്ലാതെയാവും എന്നുള്ളതാണ്. അത്രയും നല്ല ശക്തമായ ഒരു മാധ്യമമാണ് ഈ ഐ മെസ്സേജ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതാണ് ചർച്ച ചെയ്യേണ്ട വിഷയം. അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഐ സന്ദേശം സാധാരണഗതിയിൽ ഒരു ഉദാഹരണത്തിന്, എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം എന്ന് വെച്ചോളൂ, പണം അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നു കുടുംബത്തിന്റെ വരുമാനത്തിനനുസരിച്ച് അതിന്റെ ഒരുപാട് അധികം പണം ചെലവഴിച്ചിട്ട് കുടുംബം കടത്തിലേക്ക് നീങ്ങുന്നു. ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സംഘർഷം, വഴക്കായിട്ട് മാറുന്നു. അപ്പൊ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും സംസാരം എങ്ങനെയുണ്ടായിരിക്കും? അതില് സാധാരണ നമ്മൾ കാണുന്നത് യു മെസ്സേജ് ആണ് അല്ലെ? അതൊന്ന് ഓർത്ത് നോക്കൂ. യു മെസ്സേജ് എങ്ങനെ ഇരിക്കും? പറയൂ മാം. വീഡിയോ ഓൺ ചെയ്യാണ് ഏറ്റവും നല്ലത്. പറയൂ ഗോപകുമാർ സാർ, പറയൂ. ഒരാള് പണമാക്കാൻ തുടങ്ങി, ചെലവാക്കാൻ തുടങ്ങിയാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രൂക്ഷമായി നോക്കുക. നോക്കി കഴിയുമ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലാകാൻ സാധിക്കും. രൂക്ഷമായി നോക്കുന്ന അർത്ഥമുണ്ടല്ലോ, നമ്മളൊരു ആശയവിനിമയത്തിന്റെ അർത്ഥ തലത്തിലേക്ക് പോകാം. ആ തലത്തിലായിരിക്കും നോക്കണം, അല്ലാതെ ദേഷ്യതയുള്ള നോക്കാതിരിക്കത്തില്ല. അതെന്തായിരിക്കും ഭാര്യ രൂക്ഷമായി നോക്കുന്നതിന്റെ അർത്ഥം എന്താ? ഭർത്താവിന് ശരിയായില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മളത് അനാവശ്യമായ
എങ്ങനെയാണ് സാർ? നിങ്ങളാണ് കാശ് അനാവശ്യമായിട്ട് ചെലവാക്കുന്നത് അല്ലേ? നിങ്ങൾ അതെ. കാരണം അല്ലേ? ഇപ്പൊ ഈ ചെയ്തത് അനാവശ്യമാണ്. അതുപോലെ പലതും അന്നേരം ആ സ്പോട്ടിൽ പറയാ. അതെ, കാണിക്കാം. നിങ്ങൾ അല്ലേ? അതെ, കുറ്റക്കാരൻ മറ്റേ ആളാണെന്ന് സ്ഥാപിക്കുന്നത്. അതെ, ഭാര്യ പറയും ഭർത്താവാണ് കാശ് മോശമായിട്ട് ചെലവഴിക്കുന്നത്, അധികം ചെലവഴിക്കുന്നത്. അല്ലെങ്കിൽ ഭർത്താവിന്റെ ആവശ്യത്തിനാണ് നിങ്ങൾ ബാറിൽ ചെലവഴിക്കുന്ന കാശ് ഞങ്ങൾ ഇവിടെ വീട്ടിൽ സാമാനം വാങ്ങാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഭാര്യ ചോദിക്കും. അതൊരു ചോദ്യം. ഭർത്താവിന്റെ ചോദ്യം എന്താ? നിന്റെ സൗന്ദര്യവർക്ക് നീ ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാശ് പോരെ ഈ നമ്മുടെ ബജറ്റ് നിയന്ത്രിക്കാൻ എന്നായിരിക്കും ഒരുപക്ഷെ ഭാര്യ ചോദിക്കുന്നത് അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ നടക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടുപേരും കുടുംബത്തിന് ആവശ്യമില്ല ചെലവാക്കുന്നത്. പക്ഷെ അതായത് പ്രതികരിക്കാൻ നേരിട്ട് പറയുന്നതിന് പകരം കണ്ടുകൊണ്ട് പ്രതികരിക്കും. അതെ, അപ്പൊ ഇവിടെ നടക്കുന്ന യു മെസ്സേജ് ആണ്, നീ എന്ന സന്ദേശമാണ് നടക്കുന്നത്. ക്ലിയർ ആണോ കാര്യം? ഇതാണ് വഴക്കിന് കാരണം. ഇനി വഴക്ക് ഇല്ലാതാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഐ മെസ്സേജിലേക്ക് പോകണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എന്നോട് പറയേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോ ഭാര്യ പറയുന്ന ഇതാണ്, നിങ്ങൾ ബാറിൽ കൊടുക്കുന്ന കാശ് ഒരുപാട് അധികം വരുന്നുണ്ട്, ഞാനിത് അറിയില്ല എന്ന് നിങ്ങൾ ധരിക്കേണ്ട, എനിക്കറിയാം നിങ്ങൾക്ക് ശമ്പളം കിട്ടിയത്, ബോണസ് കിട്ടിയതിന്റെ കാര്യം അറിയാം, അതറിയാം എന്നാണ് ഭാര്യ പറയുന്നതെങ്കിൽ അതിനെ എങ്ങനെ ഭാര്യയ്ക്ക് ഐ മെസ്സേജിലേക്ക് പോകാൻ പറ്റും? ഇതാണ് അറിയേണ്ടത്. ഈ ഐ മെസ്സേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സംസാരം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ വഴക്കില്ലാതാവും. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങണം, നിങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങാതെ ഞാൻ എന്ന് പ്രശ്നം എന്താ? ഒരേ ഒരു പ്രശ്നമുള്ളൂ, വഴക്കടിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താ കാരണം? സാമ്പത്തികമായിട്ടുള്ള ചെലവ്, ബജറ്റില് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ചെലവ് കുടുംബത്തുണ്ട് അല്ലെ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുടുംബം തകരും. അതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നത്. അത് യു മെസ്സേജ് മാറ്റിയിട്ട് ഐ മെസ്സേജ് എങ്ങനെയാക്കും? ഇതാണ് അറിയേണ്ടത്. ആരെങ്കിലും ഒന്ന് ചിന്തിച്ചേ. ഡയലോഗ് ഇതാണ്, നിങ്ങൾ ബാറിൽ ചെലവഴിക്കുന്ന കാശാണ് പ്രശ്നം അല്ലെ? അതാണ് കുടുംബ ബജറ്റ് തകർക്കുന്നത്. ഇതാണ് ഭാര്യ പറയുന്നത്. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മെച്ചമായിട്ട് ഉപയോഗിക്കാവുന്ന പണമല്ലേ എന്ന് വേണം ചോദിക്കാം. അല്ല സാർ, നമ്മൾ എന്നല്ല വരുന്ന ഇവിടെ, നീ ഞാൻ മാത്രമേ ഉള്ളൂ. ഐയിലേക്ക് കിടക്കണം. എങ്ങനെ പറയും? ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങണം. ഞാനെന്ന് പറഞ്ഞു തുടങ്ങണം. അതെ, അതെങ്ങനെ പറയും? ഞാൻ ശ്രമിക്കാം, മാക്സിമം കുറയ്ക്കാൻ നോക്കാം. അതെ, ഞാനാണെങ്കിൽ സൂക്ഷിച്ച് ചെലവഴിക്കുന്നു പറയും, ഞാനാണെങ്കിൽ ഇച്ചിരി സൂക്ഷിച്ചേനെ എന്ന് പറയും. അതെ, ഞാൻ മാക്സിമം കുറയ്ക്കാൻ നോക്കാം. രണ്ടൊന്നല്ലേ? അതെ, ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ഭാഗത്ത് ന്യായീകരിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് ആ പ്രശ്നം തീരില്ല. ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ട് സംസാരിച്ചാൽ ഞാൻ എൻ്റെ ഭാഗത്ത് എങ്ങനെ ഉണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ സ്മൂത്ത് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സാബു സാറും പറഞ്ഞത് അത് തന്നെയാണ്. ആദ്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഞാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞതുണ്ട്. അതെടുത്ത് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെ പറയാം, ഞാൻ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വേണേ പറയാം. അത് ആ കാര്യത്തിന് പറ്റില്ല, ആ പ്രശ്നത്തിന് പറ്റില്ല. ഓക്കെ. അതായത് ഇപ്പോ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ചെലവ് എന്റെ ഭാഗത്തുനിന്നും ഉള്ള ചെലവിനെ കുറിച്ച് ഞാൻ അവിടുന്ന് ഞാൻ തുടങ്ങി. ഞാൻ എന്റെ കുടുംബ ബജറ്റിൽ നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്? ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത് കുറച്ചധികം അല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ പറയാലോ അല്ലേ?
ഇങ്ങനെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ട് അങ്ങനെ ഞാനിപ്പോ താൻ ചെയ്യാൻ ഇത് ഞാൻ ഇങ്ങനെ നിയന്ത്രിക്കുകയാണ് ഇപ്പൊ ഈ രീതിയിൽ എന്തായാലും ഞാൻ കുറച്ചിങ്ങോട്ട് അപ്പൊ ഒക്കെ ഞാനേ വരുന്നുള്ളൂ. ഞാനിങ്ങനെ കുറച്ച് കൊണ്ടുവരണം, കുറച്ച് ഇന്നതൊക്കെ ഞാൻ ചെയ്യാൻ പോണ്. അപ്പൊ നീ എന്ന് അവിടെ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അതിൽ ഇനിയിപ്പോ പറയാതെ തന്നെ ഒരു അപ്പോളജൈസ് ചെയ്യുന്ന വരുന്നുണ്ട്. ആവശ്യമായ കാര്യം പറയാതെ തന്നെ പറയുന്ന വരുന്നുണ്ട്. അല്ല, എല്ലാം ഇനിയിപ്പോ എല്ലാം ഭാര്യയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞത് ശരിയായിരിക്കാം, ഭാര്യ അനാവശ്യമായിട്ട് ഷോപ്പിംഗ് നടത്തുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഇത് സൗന്ദര്യവർദ്ധ വസ്തുക്കൾക്ക് പൈസ ചെലവഴിക്കുന്നുണ്ടായിരിക്കാം. അതും നമുക്ക് ഞാൻ വെച്ചിട്ട് പറയാൻ പറ്റും. അതെ. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ തന്നെ ഉള്ളൂ. ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ചെലവുകൾ വേറെ രീതിയിലും വരുന്നുണ്ട്. അപ്പോ അത് അല്ല നീ കൂടി കുറച്ച് ശ്രദ്ധിക്കണം. അത്രയും പറഞ്ഞാൽ മതി. അല്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നിന്റെ ഭാഗത്ത് നീ ആവശ്യത്തിന് വേണ്ടി തന്നെ മാത്രമേ ചെലവഴിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ബജറ്റ് വെച്ചിട്ട് കൂടുതലൊന്നുണ്ടോ എനിക്ക് സംശയം തോന്നുന്നു. ശരിയാകാൻ എനിക്കറിയില്ല, എങ്കിൽ കൂടി എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെ അറിയില്ല, അത് ഞാൻ സ്ത്രീ അല്ലല്ലോ, അല്ലെ, പുരുഷനല്ലേ. അപ്പൊ എനിക്ക് എന്തൊക്കെ വേണം നമുക്കറിയില്ല. അപ്പൊ എന്താ അപ്പോഴും ഞാൻ എന്താ പറയുന്നത്, വാക്കുകളില് വാചകങ്ങളിൽ ഞാൻ എന്നെ വരാവും, നീ എന്ന് വരാനേ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഐ മെസ്സേജ് വെച്ചിട്ട് സംസാരിക്കുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷ പരിഹാര രീതിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും ഇക്കാര്യത്തില്? അല്ലെങ്കിൽ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. സംഘർഷ പരിഹാരം, കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കൽ എങ്ങനെയെന്ന്, വഴക്ക് ഇല്ലാതാക്കൽ എങ്ങനെയെന്നുള്ളതിലേക്ക്. അടുത്ത വഴി എംപതിക് ലിസണിംഗ് ആണ്. അതായത് അനുതാപത്തോടു കൂടി കേൾക്കുക. എങ്ങനെയാണ് അനുതാപത്തോടു കൂടി കേൾക്കുക? മറ്റൊരാളുടെ ഷൂവിൽ കയറി നിന്ന് ആ ആളെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് കേൾക്കുക. അതായത് ജഡ്ജ്മെന്റൽ ആവരുത്, പ്രിജുഡീസ് ഉണ്ടാവരുത്, വിധി തീർപ്പ് ഉണ്ടാവരുത്, മുൻവിധി ഉണ്ടാവരുത്. എന്നിട്ട് അതിന് ഒരു വഴിയുണ്ട്. അതായത് പങ്കാളി പറഞ്ഞതിനെ തിരിച്ച് അതേ രീതിയിലൊന്ന് അങ്ങോട്ട് പറഞ്ഞു നോക്കുക. നീ ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കാം. അതാണ് ഒരു. പിന്നെ കൂടുതൽ വ്യക്തമാക്കുക. ഇത് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ആണ് ഈ പറയുന്നത്. എംപതിക് ലിസണിങ്ങിൽ വരുന്ന കാര്യം ഇതാണ്. അതായത് പങ്കാളി പറഞ്ഞത് തിരിച്ചൊന്നുകൂടി പറഞ്ഞു, ഇതന്നെയല്ലേ നീ പറഞ്ഞത്, നീ ഉദ്ദേശിച്ചത് ഇതല്ലേ. അപ്പൊ ആശയവിനിമയത്തിന്റെ പ്രശ്നം അവിടെ തീരും. ആശയവിനിമയം കൊണ്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, മാക്സിമം കോൺഫ്ലിക്റ്റുള്ള ആശയവിനിമയം കൊണ്ടാണ്. എംപതിക് ലിസണിങ് ഉണ്ടെങ്കിൽ ആശയവിനിമയമുള്ള കൂടുതൽ വ്യക്തമാക്കുക. നീ പറഞ്ഞത് ഇത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്, നീ പറഞ്ഞത് ഇതല്ലേ, നീ ഉദ്ദേശിച്ചത് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ക്ലാരിറ്റിയിലേക്ക്, ആക്റ്റീവ് ലിസണിങ്ങിലേക്ക് പോവുക. മൂന്നാമത് ചെയ്യേണ്ട കാര്യം, എന്തെങ്കിലും ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കുക. അതൊന്ന് നെഗോഷിയേറ്റ് ചെയ്യുക. ആ പരിഹാരത്തിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യുക. അതായത് ഈ നെഗോഷിയേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നെഗോഷിയേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ അറിയില്ലെങ്കിൽ പഠിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അത് ജീവിതത്തിൽ പ്രവൃത്തി വരുത്തേണ്ട കാര്യമാണ്. അതായത് ചെറിയൊരു മാറ്റം, സാധാരണ ജീവിതത്തില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ചെറിയൊരു മാറ്റം കൂടിയേ തീരും. ആ നിലവിലുള്ള സ്ഥിതി അതേപോലെ പോയി കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. അപ്പോ അത് ഏത് തരത്തിലുള്ള മാറ്റമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓണർഷിപ്പ് വേണമെന്ന് പറഞ്ഞു. ഒരു ഉടമസ്ഥാവകാശം, ഈ കുടുംബം നമ്മുടേതാണ് എന്ന് ഉടമസ്ഥാവകാശം ഉണ്ടെങ്കിൽ അതാ ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ കുടുംബമാണെന്ന് പറയുന്ന ഒരു അവസ്ഥ, അതിനാണ് ഉടമസ്ഥാവകാശം. അല്ലെങ്കിൽ എന്റെ കുടുംബം എന്നൊരാൾക്ക് പറയാനെങ്കിലും കഴിയണം. സാധാരണഗതിയില് പുരുഷ മേധാവിത്വപരമായിട്ട് പോകുമ്പോൾ ഭർത്താവ് തന്നെ ആ ഓണർഷിപ്പ് ഏറ്റെടുക്കായിരിക്കും നല്ലത്. അപ്പൊ ആ ഓണർഷിപ്പ് ഏറ്റെടുത്തിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞു, ആ നിലവിലുള്ള സ്ഥിതിയിൽ നിന്നൊരു മാറ്റമാണ് അതിന്റെ പരിഹാരം. ആ മാറ്റം എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അത് ചില പ്രത്യേക പ്രവൃത്തി,
ഒന്ന് മാറുക, അല്ലെങ്കിൽ പ്രത്യേക രീതി ഒന്ന് മാറുക. കുടുംബത്തിന് അല്ലേ? ഈ പ്രായത്തിൽ എന്നിട്ടൊന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാകണം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവണം. എന്നിട്ട് അതില് ഒരു വിലപേശല്, ഓരോരുത്തർക്കും രണ്ടുപേരും മാറേണ്ടി വരും. ഒരു നെഗോഷിയേഷൻ, എന്തെങ്കിലും എന്താണ് ചെയ്യേണ്ടത് പരസ്പരം ചെയ്യുന്നതിന്റെ ഒരു നെഗോഷിയേഷനിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോ ഒരു വൈവാഹിക അഡ്ജസ്റ്റ്മെന്റ് വരും. ഇത്തിരിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതുള്ളൂ. അതുപോലെ ഇത്തിരി നമുക്ക് കിട്ടുകയും ചെയ്യും. വളരെ വലിയ പ്രതീക്ഷകളായിരുന്നു. നമ്മള് കുറച്ച് ലാഭം നമുക്ക് കിട്ടുന്ന, രണ്ടു പേരും വിജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു കാര്യം ഉണ്ടാക്കുക. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ? സൊല്യൂഷൻ ക്ലാരിറ്റി വരുന്നില്ല. ഇതിന്റെ പ്രോബ്ലം ആണ്, ക്ലാരിറ്റി വരുന്നില്ല സംസാരത്തിന്. ഡിസ്റ്റർബൻസ് ഉണ്ട്. നിങ്ങളുടെ ക്ലാരിറ്റി ക്ലിയർ അല്ലേ? ഞാൻ ക്ലിയർ അല്ലേ? എനിക്ക് തോന്നുന്നത് കേട്ടില്ല. ക്ലാരിറ്റി കിട്ടുന്നില്ല. അതെ, തോമസ് സാർ റേഞ്ചിൽ എന്താ ഓമന മാം അയ്യോ, രണ്ടുപേരും നെഗോഷിയേഷനിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും നെഗോഷിയേഷനിൽ എത്തണം എന്നുള്ള ആഗ്രഹം വേണം. അത് വേണം. പുരുഷന് പവർ കൂടുതലാണ്, വൈഫ് സഹിച്ചോളണം എന്നുള്ള ചിന്തയുള്ള ആളാണെങ്കിൽ ഒരിക്കലും ആ നെഗോഷിയേഷനിൽ എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ പുരുഷൻ എപ്പോഴും ശരിയാണെന്നുള്ള ഒരു ധാരണയോട് കൂടിയുള്ള പുരുഷന്മാരുണ്ട്. ശരിയാണ്, ഞാൻ ശരിയാണ്. അവർ ചെയ്യുന്നതിന്റെ അപാകത അവർക്ക് ഒരിക്കലും മനസ്സിലാകാത്ത ഒരു അവസ്ഥയുണ്ട് ചില ആളുകളുടെ ഇടയിൽ. അപ്പം അവിടെ നെഗോഷിയേഷൻ നടക്കില്ല. ഒരു കുറച്ചും കൂടി ഒരു ശാക്തീകരണം ഉള്ള ആളുകളുടെ ഇടയിൽ ഇത് നടക്കുകയുള്ളൂ. ആ ശാക്തീകരണം പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാവണം എന്നില്ല. ഇല്ല. പക്ഷെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സ്ത്രീ ശാക്തീകരണം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടി വിവരം, എന്താ പറയാ, അറിവ്, ജ്ഞാനം. അത് എന്തെങ്കിലും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാത്ത ആളുകളുണ്ടല്ലോ. വിദ്യാഭ്യാസം ഉണ്ടായാലും ആ ഉൾക്കൊള്ളുന്ന ആ മനസ്സ് അവർക്ക് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ മാം, ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രശ്നത്തിന് പരിഹാരത്തിനായിട്ട് ചെറിയൊരു മാറ്റം കുടുംബത്തിൽ വരുത്തണം. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബമാണെങ്കിൽ ഭാര്യ മാത്രം മാറിയ പോരാ, ഭർത്താവും മാത്രം, രണ്ടുപേരും മാറണം. അപ്പൊ അങ്ങനെയാണ് പ്രശ്ന പരിഹാരം ഉണ്ടാവുള്ളൂ. ചെറിയ മാറ്റം പ്രവൃത്തിയിൽ, ചെറിയതേ വേണ്ടൂ, വലിയതൊന്നും വേണ്ട. ചെറിയൊരു മാറ്റം ആരെങ്കിലും രണ്ടുപേരും വരുത്തണം. അപ്പോ ഈ പ്രശ്നം പരിഹരിക്കണം എന്നെങ്കിൽ ഉടമസ്ഥാവകാശം വേണമെന്ന് ഞാൻ പറഞ്ഞു. ഇത് പരിഹരിക്കണം എന്നുള്ള മനസ്ഥിതി ആർക്കെങ്കിലും ഒരാൾക്ക് വേണം. ഒരാൾക്ക് ഉണ്ടായാലും മതിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് മാം പറഞ്ഞു ഭർത്താവിന്റെ നിയന്ത്രണത്തിൽ അങ്ങനെ പോകുന്നതാണ് പല കുടുംബങ്ങളും, എല്ലാ കുടുംബങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ ആ ഭർത്താവ് ഓണർഷിപ്പ് എടുക്കണം. എന്നിട്ട് ഒരു പ്രത്യേക പ്രവൃത്തിക്ക് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന മാറ്റം വേണം എന്നുള്ള കാര്യത്തില് ഭാര്യയോടൊന്ന് ചോദിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് പോലും തയ്യാറല്ല ചില പുരുഷന്മാര്. അവർക്ക് അറിയില്ല ഇവിടെ മാറ്റം വേണമെന്ന്. ഇവിടെ എന്ത് ചെറിയ പിന്നെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവര് എല്ലാത്തിനും കുറ്റം മറ്റുള്ളവരുടെ മേലെ വെച്ചിട്ട് അവര് വലിയ മിടുക്കന്മാരായിട്ട് അങ്ങനെ നടക്കും. അവിടെ ആ ഒരു സാറ് പറഞ്ഞ ആ ഒരു സംഭവം നടക്കില്ല. അവിടെ നടക്കുന്നത് ഈ എന്തായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡിഫൻസ് മെക്കാനിസം ആയിരിക്കും ഉണ്ടാവുക. അതായത് മറ്റുള്ളവരുടെ ഇവള് കാരണമാണ്, അപ്പൊ ഇവളുടെ കുടുംബം പിന്നെ മാത്രം, അല്ലെങ്കിൽ അടുത്തത് പരിപാടി അവളുടെ അച്ഛൻ കാരണമാണെന്ന് പറയും. അതെ, കുടുംബം മുഴുവൻ കാരണമാണ്. അങ്ങനെ പറഞ്ഞപ്പോ ഈ ഭർത്താവിന്റെ കൂടെ ഭർത്താവിന്റെ കുടുംബം നിൽക്കും.
ഭർത്താവിന്റെ കുടുംബം കൂടെ നിൽക്കും. മാത്രമല്ല, ഈ ഭർത്താവിന്റെയും കുടുംബത്തിന്റെ കൂടെ സമൂഹം നിൽക്കും. അതാണ് പെട്രിയാട്രിക് സൊസൈറ്റി. ദാറ്റ് ഈസ് കറക്റ്റ് സർ. അതെ, ഇതൊരു സംഘർഷ പരിഹാരം തന്നെയാണ്. പക്ഷെ ശരിയായതല്ലെന്ന് മാത്രം. അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ വരുന്ന തലമുറ ഉണ്ടല്ലോ, കുട്ടികൾ നന്നാവില്ല ആ കുടുംബത്തിലെ. അതാണ് സംഭവിക്കുക. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങേർക്ക് അത് മനസ്സിലായാൽ പോലും കാര്യമില്ലല്ലോ. അതെ അതെ അതെ, അവിടുത്തെ സംഘർഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ആ ലാസ്റ്റ് സ്റ്റേജില് അത് മനസ്സിന്റെ അകത്ത് കിടക്കും, നീറി കിടക്കും, അത് മക്കളിലേക്ക് വ്യാപിക്കും. അങ്ങനെ ആ കുടുംബത്തിന്റെ കാര്യം. അതുകൊണ്ടാണ് അങ്ങനെ കണ്ടു വളർന്ന മക്കളാണ് ഇപ്പൊ കല്യാണം കഴിക്കാനും തയ്യാറല്ല. കഴിച്ചാൽ തന്നെ കുടുംബ കോടതിക്ക് പണിയായി. പിന്നെ അങ്ങനെ ഉള്ള ഒരു ലെവലിലേക്ക് പോകുന്നുണ്ടല്ലോ, നമുക്ക് കാണാമല്ലോ പുറത്ത്. അതെ, ഈ കുടുംബങ്ങളൊക്കെ പണ്ട് നിലനിന്നത് സ്ത്രീയുടെ സഹനത്തിലാണ്. കാരണം അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല, മക്കളെ പോറ്റാൻ മാർഗമില്ല. അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് കാലും പിടിച്ച് നിൽക്കും. പക്ഷെ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബ കോടതി ഇതിന്റെ മുമ്പിൽ നിറച്ച ആൾക്കൂട്ടം കാണുന്നത്. അല്ല, ഇപ്പൊ തലമുറ മാറിയല്ലോ, ലോകം മാറിയല്ലോ, അതിനനുസരിച്ച് പുരുഷൻ മാറി നോക്കൂ. പുരുഷൻ പതുക്കെ മാറി വരുന്നേ ഉള്ളൂ. പക്ഷെ പെൺകുട്ടികൾ മാറി. പറഞ്ഞത് ചിലപ്പോ ശരിയായിരിക്കാം, തെറ്റെന്ന് പറയുന്നില്ല, ബലിഭൂരിപക്ഷം ശരിയായിരിക്കാം. പക്ഷെ അപൂർവ ചില കേസുകളിലെങ്കിലും ഇത് നേരെ തിരിച്ചും സംഭവിക്കുന്നില്ലേ? കാരണം പല കുടുംബങ്ങളിലും പുരുഷന്മാര് സൈലന്റ് ആകുകയും അതുപോലെ സ്ത്രീകൾ പറയുന്നത് മാത്രം ശരിയാണെന്നും അവർക്ക് കൂടുതൽ സാമൂഹ്യമായ സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന ഒരു ഇതുകൊണ്ട് അവര് കൂടുതൽ അവരുടേതായ രൂപത്തിൽ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങളും സമൂഹത്തിലില്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ചിലപ്പോഴൊക്കെ കുറച്ചെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവാമെന്ന്. അത് സാറ് കണ്ട വീട് ചിലപ്പോ ആ സ്ത്രീ കുറച്ച് നല്ല കഴിവുള്ള സ്ത്രീയും ഹസ്ബൻഡ് ഒരു ഊളയായിരിക്കും. അപ്പൊ സാറിന് നോക്കുമ്പോ പുരുഷനാണല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അത് സ്ത്രീയാണല്ലോ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വ്യൂ പോയിന്റിൽ സാറ് നോക്കുമ്പോൾ സാറിന് അങ്ങനെ തോന്നും. അല്ല, അങ്ങനെ ഇപ്പോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവര് കുടുംബത്തിന് ഒരു നാഥനോ നാഥയോ വേണം. അപ്പൊ കുടുംബത്തിൽ നാഥൻ, അതായത് പുരുഷന് കഴിവില്ലെങ്കിൽ സ്ത്രീ നിയന്ത്രിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അത് ചിന്തിക്കാനുള്ള വലിപ്പം മറ്റുള്ളവർക്ക് ആയിട്ടില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ നെഗോഷിയേഷൻ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് പ്രശ്നം പരിഹരിക്കുക എന്നാണ് നമ്മുടെ വിഷയം. അതിൽ ആദ്യം വേണ്ടത് ഇതാണ്: ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. എന്റെ കുടുംബമാണിത്, എന്റെ കുടുംബം നന്നായി തന്നെ പോണം, എന്റെ കുട്ടികൾ നന്നായി വളരണം, അവര് നല്ല പൗരന്മാരായിട്ട്. അതാണല്ലോ കുടുംബത്തിന്റെ ലക്ഷ്യം, കുട്ടികളെ നല്ല നിലയ്ക്ക് എത്തിക്കുക എന്നതാണ് നല്ല കുടുംബത്തിന്റെ ലക്ഷണം. അപ്പോ അതിനെ ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. അപ്പോ എന്ത് ചെയ്യും? ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മാറ്റം, ആ പ്രവൃത്തി ഒന്നും ഇന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇന്ന മാറ്റത്തിലേക്ക് വേണ്ടിയിട്ട് ഭാര്യയോട് ഞാനത് ചോദിക്കും. സൂചിപ്പിക്കല്ല, ഞാൻ നേരിട്ട് തന്നെ ഭാര്യയോട് ചോദിക്കും, മാന്യമായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ, ഈ ഓമനമ്മൻ പറഞ്ഞ പോലെ അങ്ങ് അധികാരം പ്രയോഗിക്കലല്ല, മനുഷ്യനെ മനുഷ്യനാക്കി അംഗീകരിച്ചും കൊണ്ട് നമ്മൾ നിർദ്ദേശം വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കണം. എന്നിട്ട് ഇപ്പോ ഇന്ന മാറ്റം ഞാൻ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇന്ന പ്രവൃത്തി ചെയ്യണം എന്ന് കുടുംബനാഥനായ ഞാൻ ഈ കുടുംബത്തിൽ ഇങ്ങനെ വേണമെന്ന് പറയുന്നു. അപ്പോ മറുഭാഗത്തുനിന്ന് ചില ചിന്തകൾ വരും. അവരുടെ മനസ്സിലാക്കിക്കൊണ്ടും അവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടും അവർക്കുണ്ടാവുന്ന നിരാശ, അവർക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ, അത് പരമാവധി ഒഴിവാക്കുക. അതാണ് ഞാൻ പറഞ്ഞു എമ്പതിക് ലിസണിങ്, അനുതാപൂർവമായ കേൾക്കൽ. അതായത് ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിൽക്കണം നമ്മൾ. എന്നിട്ട് ആ വ്യക്തി എങ്ങനെ ചിന്തിക്കുന്നെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് നിരാശയും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്നത് ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം കുടുംബനാഥന്റേതാണ്. പിന്നെ പങ്കാളികൾക്കുള്ള ആത്മവിശ്വാസവും ആത്മാഭിമാനവും പരസ്പര വിശ്വാസവും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മാത്രമേ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആത്മവിശ്വാസം ഉണ്ടാവണം ഭർത്താവിനും ഭാര്യയ്ക്കും, ആത്മാഭിമാനം ഉണ്ടാവണം, അല്ലാതെ പരസ്പര വിശ്വാസവും വേണം. പരസ്പര വിശ്വാസം വേണം. ഈ 3 കാര്യം ഉണ്ടെങ്കിലേ നെഗോഷിയേഷൻ ചെയ്യാൻ പറ്റും. നെഗോഷിയേഷൻ അല്ലാതെ തർക്കപരിഹാരം ഇല്ല ഈ ലോകത്ത്, വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അതന്നെ ചെയ്ത് നോക്കൂ. പക്ഷെ ആത്മവിശ്വാസം ഉണ്ടാവണം, ആത്മാഭിമാനം ഉണ്ടാവണം. ആത്മാഭിമാനമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ, മനസ്സിലായില്ലേ, ഇത് എന്റെ കുടുംബമാണ്, ഈ കുടുംബം നന്നായി തന്നെ പോണം എന്ന ഒരു ആത്മാഭിമാനം അത് ഉണ്ടായിരുന്നു.
പരസ്പര വിശ്വാസം, അത് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ്. പരസ്പര വിശ്വാസം അത്യാവശ്യമാണ് ഇതൊക്കെ ഉണ്ടായിട്ട്. പിന്നെ നെഗോഷിയേഷൻ, അതിന്റെ റോള്, അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഒഴിവാക്കുന്ന, അതായത് ആര് ഏറ്റെടുക്കും ഇത് എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ട് അതിപ്പോ ഭാര്യയല്ല ഭർത്താവല്ല ഭാര്യയ്ക്കും ഈ ജോലി ചെയ്യാവുന്നതാണ്. അപ്പോ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ബന്ധത്തിൽ നല്ല വളർച്ച ഉണ്ടാവും. നേരത്തെ ഓമനമ്മയും പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും അംഗീകരിക്കുക തന്നെ വേണം. കാലം മാറിയിട്ടുണ്ട്. ഈ പെട്രിയാറ്റിക് സൊസൈറ്റി, പുരുഷ മേധാവിത്വപരമായ ലോകം വളരെ ശക്തമായ വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീക്ക് ശാക്തീകരണം, അതൊക്കെ സർക്കാരുകൾ അടക്കം പറഞ്ഞിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ലോകമാണ് ഇതുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാൻ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണം. പിന്നെ ഇങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു മാം പറഞ്ഞിട്ടായിരുന്നു, നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്, അഡ്ജസ്റ്റ്മെന്റ് അല്ലെന്ന് പറയുന്നു. പക്ഷെ ഞാൻ പറയുക, ഒരു നല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് പറയാ. അഡ്ജസ്റ്റ്മെന്റ് തെറ്റായ കാര്യമില്ല. ഇപ്പൊ നെഗോഷിയേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരു നല്ല അഡ്ജസ്റ്റ്മെന്റിലേക്കും കൂടി നയിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെഗോഷിയേഷൻ അതൊരു ഏറ്റവും നല്ല മെത്തേഡാണ് സംഘർഷ പരിഹാരത്തിന്, വഴക്കില്ലാതാക്കാൻ. അതിനിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത വഴക്കില്ലാക്കുന്ന, കോൺഫ്ലിക്റ്റുകൾ ഇല്ലാതാക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീലിങ്ങുകൾ തിരിച്ചറിയാണ്, അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം. സാധാരണ നമ്മള് ആരും മറ്റാളുടെ ഫീലിങ്ങുകൾ അഡ്രസ് ചെയ്യാറില്ല. എന്താണ് ആ വ്യക്തി ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ വലിയ കഴിവൊന്നും വേണ്ട, വളരെ വലിയ വിജ്ഞാനമൊന്നും വേണ്ട. നമ്മൾക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. ഫീൽ ചെയ്യേണ്ട കാര്യം, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അയാളുടെ തകരാറാണ്. അതെ, പക്ഷേ ഈ ഫീലിങ്ങുകൾ നാം കണക്കിലെടുത്തിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് നയിക്കും. അപ്പൊ ഫീലിങ്ങുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ വഴക്കുണ്ടാവില്ല. അത് നമ്മള് ഒരു ഭാര്യക്ക് മുഖം നോക്കിയാൽ അറിയാൻ പറ്റും ഫീലിംഗ്. ഭർത്താവിന്റെ മുഖം നോക്കിയാൽ ഭാര്യയ്ക്കും അറിയാൻ കഴിയും. വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. അപ്പോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോടൊരു കൺസേൺ കാണിക്കുക, അതിനോടൊരു ആശങ്ക കാണിക്കുക, അതൊന്നും മൈൻഡ് ചെയ്യാം. അത് ഭാര്യയുടെ മുഖത്ത് ദുഃഖം ഉണ്ടെങ്കിൽ, ഭാര്യയുടെ മുഖത്ത് വേവലാതി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് ഉൾക്കൊള്ളുക, അതൊന്ന് മനസ്സിലാക്കുക, അതിനോടൊരു കൺസേൺ കാണിക്കുക, അതിനോടൊരു ആശങ്ക കാണിക്കുക. ഇത് മിനിമം ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഫീലിങ്ങൾ തിരിച്ചറിഞ്ഞ് വെക്കൂ. എന്നിട്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കുക. എന്തെങ്കിലും ദേഷ്യം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വെറുപ്പ് തോന്നുകയാണെങ്കിൽ, അങ്ങനത്തെ അതൊന്ന് ഒരു ആകർഷണീയമായ രീതിയിൽ പ്രകടിപ്പിക്കാമല്ലോ. എന്തായാലും എന്തും പ്രകടിപ്പിക്കുന്നത് നമുക്കൊരു മറ്റുള്ളവരെ ഹൃദയംഗമമായ രീതിയിൽ, അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പ്രകടിപ്പിക്കാൻ നമ്മളൊരു സ്വയം പരിശീലിച്ചാൽ മതി നമ്മള്. പിന്നെ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, ഒരു ചെറിയ തുറന്ന മനോഭാവം ഒന്നുണ്ടാവുക. ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ ആയിട്ട് ഒരാളും ജീവിക്കാൻ മെനക്കെടരുത്. എല്ലാത്തിനും ഞാൻ ഒരു സാറ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഈ ആബ്സല്യൂട്ട് വേർഡ്സ് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ അയാൾ അങ്ങനെ തന്നെ, ഒരിക്കലും അയാൾ ഒരിക്കലും അത് അബ്സല്യൂട്ട് വേർഡാ, അതല്ല സത്യം. മനസ്സിലായില്ല? അത് ആ രീതിയിൽ അപ്പൊ അതൊരു ക്ലോസ് ചെയ്തപ്പോ അവിടെ അടച്ചു കാര്യം. പിന്നെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുക, എങ്ങനെ പ്രശ്നം പരിഹരിക്കുക? ആ മനുഷ്യൻ അങ്ങനെയാണ് എന്ന് ഭാര്യ തീരുമാനിക്കുകയാണെങ്കിൽ ജഡ്ജ്മെന്റ് വിധി തീർപ്പ് അവിടെ തന്നു. ഇനിയിപ്പോ എന്താ, ഒരു മാറ്റം പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ഇത് അങ്ങനെ അത് അസത്യമാണ്. അത് സത്യമല്ല, വെറുതെ പറയുകയാണ്, ഒരു ഉത്തരവാദിത്വം ഇല്ലാതുള്ള സംസാരമാണ്. അപ്പൊ അത് ഒഴിവാക്കണം. ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് വേണം. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലേ? എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണ്ടോ?
അൺമ്യൂട്ട് ചെയ്യാം ഓമന മാം. ഓമന മാം അൺമ്യൂട്ട് ചെയ്യൂ. താങ്ക് യു സർ. ആ മനുഷ്യൻ അങ്ങനെയാണ് എന്നൊരു ഭാര്യ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം അത് സത്യമായിരിക്കും. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആവാം അങ്ങനെ പറയുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് ഇതിനെ ഈ സാർ പറയുന്ന ഈ നെഗോഷിയേഷൻ അല്ലെങ്കിൽ വൈഫിന് വരുന്ന ബുദ്ധിമുട്ടുകൾ അതൊന്നും ചിന്തിക്കാനും ശ്രദ്ധിക്കാനും അറിയാത്ത ആളുകളുണ്ട്. നല്ല വിദ്യാഭ്യാസവും വിവരവും ഉദ്യോഗം ഉള്ളവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. നേരിട്ടറിയാം സർ. അപ്പോ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് മൈൻഡ് ചെയ്യാതിരിക്കാനേ പറ്റുള്ളൂ. സാറി പറയുന്ന നെഗോഷിയേഷനൊന്നും അവരുടെ ഇടയ്ക്ക് നടക്കൂല. വൺ വേയിൽ തന്നെ ആ ജീവിതം പോകും. വൈഫും നീറ്റാണെങ്കിൽ കുറെയൊക്കെ അങ്ങനെ അങ്ങ് പോകും. വഴക്കിന്റെ കാര്യം പറയുന്നത് മാം, വഴക്കാണ് കാര്യം. വഴക്കുള്ള കുടുംബത്തിന്റെ കാര്യം പറയുന്നത്. വഴക്ക് ഭാര്യമാര് സഹിക്കും, അപ്പൊ അങ്ങ് പോകും. അതായത് ഇപ്പൊ സാറ് പറയുന്നത് സാധാരണ മട്ടിലുള്ള ആവറേജ് മനുഷ്യന്മാരുടെ കാര്യങ്ങളാണ്. ഓക്കെ മാം, ഞാൻ മാമിനോട് മാം ഒരു ചോദ്യം ചെയ്യട്ടെ മാം. ഓമന മാം, അതായത് മാം പറയുന്നു അവൾ പറയുന്നത് ശരിയായിരിക്കും, അദ്ദേഹം അങ്ങനെ തന്നെ, അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഒരു അബ്സൊല്യൂട്ട് വേർഡാണ്. ഒരിക്കലും മാറില്ല അദ്ദേഹം, ഒരിക്കലും 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 മാറില്ല. ഇതാണ് വാചകം. ഞാൻ പറയുന്നു ഇത് തെറ്റ് തന്നെയാണ്, ഇത് അസത്യം. അത് സർ പറയുന്നത് തെറ്റാണ്, പക്ഷെ ഹി മേ ബി എ നാർസിസ്റ്റിക് പേഴ്സൺ. മാം നാർസിസ്, അയ്യോ വലിയ വലിയ കാര്യങ്ങളാ മാം ഈ നാർസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മേ ബി എ നാർസിസ്റ്റിക്. യെസ്, ഐ അഗ്രി വിത്ത് യു. നാർസിസ്റ്റ് പീപ്പിൾ ആർ ബാഡ്, അസമ്മതിച്ചു. പക്ഷെ ആധുനിക മനഃശാസ്ത്രം പറയുന്ന നാർസിസത്തിനെയും നമ്മൾ ഡീൽ ചെയ്യണം എന്നാണ് പറയുന്നത്. നാർസിസ്റ്റുകൾ പാവങ്ങളാണെന്നാണ് ഇഗ്നോ എന്നെ പഠിപ്പിച്ചത്, പല പുസ്തകങ്ങളിലും പറഞ്ഞത്. അതായത് നാർസിസിസ്റ്റിക് സ്പെക്ട്രം വളരെ വലുതാണെന്ന് പറയുന്നത്. നാർസിസിസ്റ്റ് ആവാത്ത, ഇത്തിരിയെങ്കിലും നാർസിസ്റ്റ് ആവാത്ത ഒരു മനുഷ്യനും ഇല്ല എന്നൊക്കെയാ പറയുന്നത്. അപ്പോ അതിന്റെ ആ സ്പെക്ട്രത്തിൽ ഒരു മറ്റേ നമ്മള് AC വെച്ചിട്ട് കാർ ഓടിക്കുമ്പോ നമുക്കറിയാം അതിന്റെ ഒരു വട്ടമുണ്ട്. അതില് AC-യുടെ ആ സൂചി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കൂടും, കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ്, അങ്ങനെയുള്ള അതുപോലെ ഈ സ്പെക്ട്രത്തിൽ കൂടുതലുള്ള വ്യക്തികളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. അവർക്ക് പ്രശ്നം ഉണ്ടാവുന്ന അവരുടെ പാവങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അവരെ ഈ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഇവൻ നാർസിസ്റ്റ് അവിടെ എഴുതി ലേബൽ ഒട്ടിച്ച് അവനെ പാവത്തിന് ഒറ്റപ്പെടുത്തിയിട്ട് അവർ മൂലയ്ക്ക് ഇരുത്താണ് ഇപ്പൊ സമൂഹം ചെയ്യണത്. ഇല്ല സർ, അവർക്കും രണ്ട് മുഖങ്ങളുണ്ട്. അവര് പുറത്ത് വളരെ നീറ്റായിരിക്കും, വീട്ടില് മാത്രം ഈ നാർസിസ്റ്റിക് ആകുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കറക്റ്റ്, അങ്ങനെ ഉണ്ടാവും. ബുദ്ധിമതികളും ബുദ്ധിമാന്മാരല്ല നാർസിസ്റ്റുകൾ. അപ്പൊ ഇവിടെ അവിടെയാണ് സാധ്യത കൂടുതൽ, അല്ലെ? കൂടുതൽ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം ആ ഏരിയ ആണല്ലോ, അതുകൊണ്ടാണ് പുറത്ത് നല്ല പേര് വേണമെന്ന് അവർക്ക് തന്നെ പുറത്ത് നല്ല പേര് വേണമെന്ന് ആഗ്രഹമുണ്ട്. അവരതിനനുസരിച്ച് ജീവിക്കുന്നത്. നാർസിസ്റ്റിക് എന്ന് പറയുന്നത് തന്നെ നല്ല പേരിന് വേണ്ടി അതൊക്കെ ചെയ്യും. അപ്പൊ മാം ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ സംഘർഷ പരിഹാരമാണ്. സംഘർഷം, വഴക്കുകളില്ലാതെ, വഴക്കുകൾ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകൾ വൈവാഹിക ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ അതിന് ഇപ്പോ ഇങ്ങനത്തെ ഈ നിലപാട് തെറ്റാണ്. അപ്പോ നമുക്ക് എന്താ വേറെ വഴിയുള്ളത്? അപ്പോ അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് പറയുമ്പോൾ ഡിവോഴ്സുകളും മറ്റും തെറ്റല്ല എന്നുള്ള വാദഗതി മനഃശാസ്ത്രത്തിനുണ്ട്. ഒരിക്കലും ഒന്നിച്ചു പോകാൻ പറ്റാത്തവർ തമ്മിൽ പിരിയുക തന്നെ വേണം തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ലെവലിലേക്ക് നമുക്ക് പോകണ്ട, അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കെന്താ ഒരു കാര്യം, ഈ സംഘർഷ പരിഹാര ക്രിയയ്ക്ക് ഈ പ്രോസസ്സിന് 5 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് അവബോധമാണ്. ഈ ഓമനമ്മയും പറഞ്ഞില്ലേ, ഇപ്പൊ നാർസിസിസ്റ്റ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ വല്ല മാനസിക പ്രശ്നങ്ങളും ആ വ്യക്തിക്കുണ്ടോ, അല്ലെങ്കിൽ ഭാര്യയ്ക്കാവും ഭർത്താവിനാവാം. ഇതൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. ഉണ്ടാകാലോ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അതൊക്കെ നമുക്ക് അനലൈസ് ചെയ്യേണ്ട വിഷയമാണ്. എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റുക? അതിന് അവയർനെസ് വേണം, അവബോധം വേണം, അല്ലെ? ഈ അവബോധം പക്ഷെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റിയെന്ന് വരില്ല. അതിനിപ്പോ ഓമനാമ്മയും എനിക്ക് തോന്നുന്നു കൗൺസിലറോ അല്ലെങ്കിൽ നന്നായി പഠിച്ചൊരു ആളാണ്. അതുകൊണ്ടാണ് മാം നാർസിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഈ സാധാരണക്കാർക്ക് ഈ നാർസിസത്തെ കുറിച്ച് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. പക്ഷെ സാധാരണക്കാർക്ക് അറിയുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും.
അതുപോലെ തന്നെ പ്രകോപനം നടത്തി കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളെ പ്രകോപിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയാം. ഏത് സാധാരണക്കാരനും അറിയാം. അപ്പൊ അത് നേരിട്ട് അടിപിടിയിലേക്ക് നയിക്കുന്നറിയാം അല്ലെ? ഇപ്പോ അതൊന്നും മനസ്സിലാക്കിയെടുക്കണം. ഈ ചൂടുള്ള വികാരങ്ങളെ ദേഷ്യം, പ്രകോപനം എന്നുള്ളതൊക്കെ ഒന്നും മനസ്സിലാതെ എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് എന്തായാലും വീട്ടില് ഒരു വഴക്കിന്റെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു വിശേഷമാണ് ഈ വഴക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ദേഷ്യവും ഈ പ്രകോപനം ഒന്നും നിയന്ത്രിച്ച് തീരും. അതാണ് അതിനെക്കുറിച്ചൊരു അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. പിന്നെ രണ്ടാമതൊരുത്ത സ്റ്റേജ് ആയിട്ട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി നിശ്ചയിക്കണം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അപ്പുറം പോകരുത് അല്ലെ? രാമായണത്തില് അല്ലെ ലക്ഷ്മണൻ സീതയോട് പറഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെ അത് ഈ പരിധി വേണം. ഈ പരിധി കുടുംബത്തിന്റെ വേണം. കുടുംബങ്ങൾക്ക് നിയമം വേണം, കുടുംബത്തിന് പരിധി വേണം. അപ്പോ നമ്മള് ബാധിക്കേണ്ട സമയത്തായാലും എന്ത് പ്രശ്നത്തിലായാലും ഒരു പരിധിക്കകം പോകരുത് എന്നുള്ളതില് തീർപ്പില് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഓരോരുത്തരുടെ സ്ഥാനം, തന്റെ ഇടം എന്ന് മലയാളത്തിൽ പറയും, അത് തിരിച്ചറിയണം. തന്റെ ഇടത്തിൽ നിൽക്കാൻ ഓരോരുത്തർക്കും കഴിയണം. ഒരാൾ മറ്റൊരാളുടെ സ്ഥാനം തിരിച്ചറിയണം. എന്നിട്ട് അങ്ങനെ ജീവിക്കാൻ നമ്മൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പരിധി നിശ്ചയിക്കല് നടക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാദിക്കലാണ്. അല്പം ശാന്തതയോട് കൂടിയിട്ട് വാദിച്ചാലും അത് തെറ്റല്ല. നമ്മളെ പ്രശ്നം നമുക്ക് കുറച്ച് ഇപ്പൊ മാം പറഞ്ഞു, ഓമന മാമ പറഞ്ഞത് ഇങ്ങനെ ചില ഭർത്താക്കന്മാർ അങ്ങനെയുണ്ട്, അവർ ഒരിക്കലും കാര്യങ്ങൾ മനസ്സിലാക്കില്ല, അങ്ങനെയാണ് അതാണെന്ന് പറയും. തിരിച്ചും ഭർത്താവിനും ഭാര്യയെ കുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ എന്താണ് ഈ പറയാൻ കാരണം? ഈ പറയാനൊരു കാരണമുണ്ട്, അവരുടെ അനുഭവമാണ്. അവരുടെ അനുഭവം എന്താണെന്നുള്ളത് മറ്റാൾക്ക് അതുവരെ മനസ്സിലാക്കി കാണില്ല. കാരണം അവിടെ ആശയവിനിമയത്തിന്റെ പ്രശ്നമാണ് കിടക്കുന്നത്. ഈ ആശയവിനിമയത്തിന്റെ പ്രശ്നം ഇല്ലാതാക്കണമെങ്കിൽ ചിലപ്പോ ഒരു വാചകം കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല മറ്റാൾക്ക്. അപ്പോ ഇത്തിരി ബാധിക്കാൻ ഉള്ള കഴിവ് നേടിയിരുന്നു. പിന്നീട് വീണ്ടും പറഞ്ഞ അവസാനത്തെ 4ാമത്തെ സ്റ്റേജ്, 5 സ്റ്റേജുകളാണ് ഞാൻ പറഞ്ഞ, 4ാമത്തെ സ്റ്റേജ് വീണ്ടും നെഗോഷിയേഷൻ എന്നുള്ളതാണ് വരുന്നത്. അത് നമ്മൾ ശീലിച്ച് മനസ്സിലാക്കിക്കൊള്ളു, വിലപേശ നെഗോഷിയേഷൻ എന്നുള്ളത്. അപ്പൊ 2 വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അത് പരിഹരിക്കാനാണ് നെഗോഷിയേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോ ഇതിന് വളരെ ആശയവിനിമയത്തിന്റെ, നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ് ആശയവിനിമയം. ഒരുപാട് നമ്മൾ ആശയവിനിമയത്തെ കുറിച്ച് പറഞ്ഞു. അതിന്റെ സ്കില്ലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇതിന് വേണ്ടിയിട്ട്, നെഗോഷിയേഷന് വേണ്ടിയിട്ട്. അപ്പോ നമുക്കറിയാം നോൺ വെർബൽ, വെർബൽ 2 തരത്തിൽ ആശയവിനിമയം ഉണ്ട്. നോൺ വെർബൽ ആയിട്ടുള്ള സ്കില്ലുകളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഇതിന് കഴിയും. ഞാൻ പറഞ്ഞു 95% നോൺ വെർബലാണ് ആശയവിനിമയത്തിൽ. പ്രധാനപ്പെട്ടായിട്ട് മനസ്സിലാക്കേണ്ടത് വളയ്ക്കാം പക്ഷെ ഒടിക്കരുത്. അതായത് അതാണ് നെഗോഷിയേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിള്. 2 പാർട്ടികൾക്കും സംതൃപ്തമായുള്ള പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തണം. 2 പേരും വിജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. 2 പേരുടെയും ആശങ്കകളും പരിഹാരങ്ങളും ഉണ്ടായിരിക്കണം. എന്നിട്ട് ഇത്രയും ഇങ്ങനെ പരിഹരിച്ച് കഴിഞ്ഞാൽ തന്നെ 5ാമത്തെ സ്റ്റേജ് വരുന്നത്, അത് വീണ്ടും പിന്തുടരാൻ ഒരു കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞങ്ങൾ അത് പരിഹരിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷത്തിൽ മുന്നോട്ട് പോകരുത്. അതേ പ്രശ്നം തന്നെ വീണ്ടും വരും. അതിന് ഞാൻ കാരണം നേരത്തെ പറഞ്ഞു. നമ്മളുടെ ഈ കുടുംബ ജീവിതം മുഴുവൻ നടക്കുന്നത് ഇന്ററാക്ഷണൽ പാറ്റേണുകൾ, അതായത് ഇടപെടൽ പ്രകൃതങ്ങൾ ആയിട്ട് അത് റിജിഡ് ആകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഒരിക്കൽ പരിഹരിച്ച പ്രശ്നം വീണ്ടും അതുപോലെ തന്നെ വരും. ഒരിക്കൽ പരിഹരിച്ചു വെച്ചിട്ട് നിൽക്കരുത്, വീണ്ടും അതിനെ ഫോളോ അപ്പ് ചെയ്യണം, പിന്തുടരണം. ഇതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും. ഇതൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നീടാണ് ഈ കൗൺസിലർമാരുടെയും അതുപോലെ ആൾക്കാരുടെയൊക്കെ
തെറാപ്പിസ്റ്റുകളിലേക്ക് സഹായം ചെയ്യും. ഇത്രയാണ് എനിക്ക് കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇന്റിമസിയിലേക്ക് ഒന്ന് പറഞ്ഞു നിർത്തിയിട്ട് പോകാം. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. എനിത്തിങ് എൽസ്? തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സാർ അത് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ചർച്ചകളും കൺസൾട്ടേഷൻസും ഒക്കെ സംഭവിച്ചു. സംഘർഷ മേഖലകളും സംഘർഷ പരിഹാര രീതികൾ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എന്തെങ്കിലും കൂടുതൽ ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ് എൽസ്? എന്തെങ്കിലും ഇൻസിഡന്റോ എനിത്തിങ് എൽസ്? ഓക്കെ, അപ്പൊ ഇന്റിമസിയുടെ ഒന്ന് തുടങ്ങി വെച്ച് നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങി വെച്ചിട്ട് അടുത്ത ആഴ്ച ഇതുപോലെ നമുക്ക് ഇന്റിമസിയുടെ ഡീറ്റെയിലേക്ക് അടുത്ത ആഴ്ച പോകാം. ഒന്ന് തുടങ്ങി വെക്കാം. തുടങ്ങി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്നെ കേൾക്കുന്നവര് ഒന്ന് ഇതിനെക്കുറിച്ച് സ്വയം ഒന്ന് പഠിക്കണം. ഒരാഴ്ച സമയമുണ്ടല്ലോ, ഒന്നൊന്ന് മനസ്സിലാക്കിയെടുക്കണം. എന്താണ് ഇന്റിമസി? ഇന്നത്തെ ദമ്പതികൾ, ഇന്നത്തെ തലമുറ, യുവതലമുറ വൈവാഹിക ബന്ധം കൊണ്ട് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഇന്റിമസിയാണ്. അപ്പോ എന്താണിത്? ആർക്കെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാവോ? ഇന്റിമസി എന്നാൽ എന്താണ്? മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ട് ജീവിക്കണം. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ട് ജീവിക്കണം. ഓക്കെ, പിന്നെ ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തു? ഒരേ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു സൂത്രവാക്യമാണ് ഇന്റിമസി. രണ്ട്. മൂന്നാമത്, ഇനി എന്നെ കേൾക്കാൻ 10-16 പേരില്ലേ, അതിന് കുറെക്കൂടി പറയും. ഇന്റിമസി പറഞ്ഞാൽ എന്താണ്? മ്യൂച്വൽ കെയറിങ്ങും പ്രൊട്ടക്ഷനും ഉണ്ടായിരിക്കണം. മ്യൂച്വൽ കെയറിങ് പ്രൊട്ടക്ഷൻ ആണ് ഇന്റിമസി. ലവ്, അൺകണ്ടീഷണൽ ലവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അൺകണ്ടീഷണൽ ലവ്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഇനി പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യൂ. നല്ലൊരു കാര്യമല്ലേ? വളരെ കുറച്ച് മാത്രമുള്ള ഒരു സാഹചര്യം. അൺമ്യൂട്ട് ചെയ്യും എല്ലാവരും. രാജു സാർ, പറയൂ. ശാരീരികമായിട്ടുള്ള ടച്ച്. ശാരീരികമായ ഇന്റിമസി. വെരി ഗുഡ്, നല്ല കോൺട്രിബ്യൂഷൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഈ സെക്സും അതൊക്കെ വരുന്ന ശാരീരികമായിട്ടുള്ള ഇന്റിമസി അല്ലേ? കറക്റ്റ്. അതൊരു പ്രധാനപ്പെട്ട ശാരീരികമായിട്ടുള്ള ഇന്റിമസി. ശാരീരികമായിട്ട് കേട്ടില്ല സാർ. ആയിരിക്കണമെന്നില്ല. ശാരീരികമായ ജസ്റ്റ് സ്പർശനം മാത്രം മതി. ഈ ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ അടുപ്പമുള്ള സൗഹൃദം അല്ലേ? അടുപ്പം, കൂടുതൽ ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ ഇന്റിമസി? അല്ലെ? കൂടുതൽ അടുപ്പമുള്ള സൗഹൃദം അല്ലേ ഇന്റിമസി എന്ന് പറയുന്നത്? നല്ല സൗഹൃദം. നല്ല സൗഹൃദം, അല്ലെങ്കിൽ ശാരീരികമായും മാനസികമായും വൈകാരികമായിട്ടും കൂടുതൽ അടുപ്പത്തിലുള്ള ഒരു സൗഹൃദം, അതാണല്ലോ ഇന്റിമസി അല്ലേ? അല്ലാതെ എന്തും തുറന്നു പറയാൻ കഴിയുന്ന ഒരു അവസ്ഥ, അതൊക്കെയല്ലേ ഇന്റിമസി അല്ലെ? അതാണ് ഉയർന്ന ലെവൽ ഇന്റിമസി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലസ് സ്വയം തുറന്നു പറ, ഉയർന്ന ലെവൽ ഇന്റിമസി. സ്വയം, അതെ, ഇതാണ് വിജയകരമായുള്ള ദാമ്പത്യം എന്ന് പറയുന്നത്. ഉയർന്ന ലെവൽ ഇന്റിമസി ഉണ്ട്, അതോടൊപ്പം എല്ലാം സ്വയം തുറന്നു പറയും വേണം എന്നൊക്കെ പറഞ്ഞു ഞാൻ. ഇതാണ് വിജയകരമായ ദാമ്പത്യം എന്ന് പറയുന്നു. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ദാമ്പത്യ ബന്ധം വിജയിക്കുക. അപ്പോ ഇവരെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ് രണ്ടാമത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. അവര് കപ്പിൾ ടൈം വേർതിരിക്കുന്നെന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? അതായത് നമ്മള് they may forget what you said, or they may forget what you did, but they will never forget how you make them feel. സാർ ഒന്ന് വിശദീകരിക്കാവോ? അതായത് they may forget what you said. വാക്കുകൾ ഒരിക്കലും മറന്നുപോകാം. എന്നാൽ അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറന്നുപോയേക്കാം. എന്നാൽ they will never forget how you make them feel. Make them feel important, feel intimate. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഫീലിംഗ്, അതായത് അവരെ ഒന്ന് പുകഴ്ത്തുക, അതിനെ പറയുന്നതായിട്ടുള്ള
വൈകാരികമായിട്ടുള്ള ഇന്റിമസിയാണ്. വൈകാരികമായിട്ടുള്ള ഇന്റിമസി. സാറ് വൈകാരികമായിട്ടുള്ള ഇന്റിമസിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? രണ്ടും കൂടി ചേർന്നാണ് ശാരീരിക. രണ്ടും കൂടി ചേർന്നിട്ടത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്റിമസി ഓരോരുത്തർക്കും ഓരോ പോലെ അല്ലേ? അതായത് പൊതുവായിട്ടുള്ള ഒരു ഇന്റിമസി ഉണ്ടോ? ഓരോരുത്തരുടെയും ചിന്താഗതി ഓരോ വ്യത്യസ്ത രീതിയല്ലേ ഇന്റിമസിയോടുള്ളത്? അത് ചെറിയ ഡിഫറൻസേ ഉണ്ടാവും. ചെറിയ ഡിഫറൻസേ അതിലുണ്ടാവുള്ളൂ. ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ സൗഹൃദം തന്നെയാണ്. അൺകണ്ടീഷണൽ സൗഹൃദമാണ് ഇന്റിമസി. അതില് ചെറിയ വ്യക്തികൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അത് വലിയ കാര്യമൊന്നുമില്ല. അല്ല മാം, ഞാനതല്ല പറഞ്ഞത്. ആത്മാർത്ഥതയാണ് അതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. ആത്മാർത്ഥതയാണ് മുഖ്യമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇന്റിമസി എന്നുള്ള കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഭാര്യയോട് ഞാൻ ആഗ്രഹിക്കുന്ന ഇന്റിമസി അത് എന്റെ ഇതിനനുസരിച്ച്, ഭാവനയ്ക്കനുസരിച്ച്, എന്റെ ആഗ്രഹത്തിന്, എന്റേതായിട്ടുള്ള വ്യക്തിത്വത്തിനനുസരിച്ചാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ സർ, അതില് ആ ഒരു വ്യത്യാസം ഒരു ചെറിയ വ്യത്യാസമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓവറോൾ ഇറ്റ് ഈസ് ആത്മാർത്ഥത, അൺകണ്ടീഷണൽ. അതായത് ക്വാളിറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു, അതായിരിക്കും അല്ലേ? പിന്നെ ആ പേഴ്സണൽ ഡിഫറൻസസ് ഇൻ ബിറ്റ്വീൻ, ദാറ്റ് ഈസ് മൈന്യൂട്ട്. അതായത് ഈ സൗഹൃദത്തിന്റെ ഗുണമേന്മയുടെ ഒരു ഉന്നത അവസ്ഥയാണ് ഇന്റിമസി എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? പിന്നെ പേഴ്സണൽ ഡിഫറൻസ് അതിൽ അത്ര സാരമില്ല. മലയാളത്തിൽ പറയും ഒന്നാവണം, ഭാര്യയും ഭർത്താവും ഒന്നാകണം എന്ന് പറയും. അതാണ് ഭാരതീയ സംസ്കാരം തന്നെ, അതാണ് അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാവേണ്ടത്. ഇതിനൊക്കെയാണ് ഇന്റിമസി എന്ന് പറയുന്നത്. അപ്പോ ഈ ഇന്റിമസി നല്ല ഉള്ള കപ്പിളുകളെ, ഈ മനോജ് കുമാർ സാറാണല്ലോ കഴിഞ്ഞ തവണ ഒരു കേസിനെ കുറിച്ച് പറഞ്ഞത് അല്ലെ? അതായത് അദ്ദേഹം അറിയുന്ന ഒരു കേസ് തുടക്കത്തിൽ എന്നെ വിമർശിച്ചായിരുന്നു മനോജ് കുമാർ സാറ്. അതായത് ഞാൻ പറഞ്ഞു, തുടക്കത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എങ്കിൽ അത് വളരെ നന്നായിരിക്കും. തുടക്കത്തിലാണ് പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളിലും ഒരു കൊല്ലം, ദാമ്പത്യ വിവാഹത്തിന്റെ ഒരു കൊല്ലത്തിലാണ് ഇതിനകമാണ് പ്രശ്നങ്ങൾ തുടങ്ങുക, അതാണ് നീണ്ടുപോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് ശാസ്ത്രീയമായ തെളിവുകൾ. അദ്ദേഹം എന്നെ വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞു പിന്നീടും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു, അതില് ഇന്റിമസി കുറവുള്ള ദമ്പതികളായിരുന്നു അവര് പിരിഞ്ഞെന്നാണ് മനോജ് കുമാർ സാർ പറഞ്ഞത്. അപ്പൊ ഇപ്പോ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നമ്മള് ദമ്പതികളാണ് അല്ലെ? നമുക്ക് ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, അങ്ങനെയൊക്കെയാണ് ജീവിച്ച പരിചയമുള്ള ആൾക്കാരാണ് നമ്മള്. ദാമ്പത്യ ബന്ധം കൊല്ലങ്ങളായിട്ട്, ദശകങ്ങളായിട്ട് ദാമ്പത്യ ബന്ധത്തിൽ തുടരുന്നവരാണ് നമ്മള്. അപ്പോ എന്താണ് ഈ ഇന്റിമസി ഉണ്ട് എന്നത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. നല്ലതായിട്ട് ഇന്റിമസി ഉള്ള ആൾക്കാര്, ദമ്പതികള് കപ്പിൾ ടൈം വേർതിരിക്കുന്നതാണ് പറയുന്നത്. അതായത് ഈ ലോകത്ത് ജീവിക്കുകയാണ് അല്ലെ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭാര്യ ഭർത്താവ് വൈവാഹിക ജീവിതം, ഈ സമയത്ത് ജോലി ചെയ്യണം ഇല്ലേ? ഭർത്താവിനും ജോലി ചെയ്യണം, ഭാര്യയ്ക്കും ജോലി ചെയ്യണം, അതെന്തോ ഒരു കാര്യം. പിന്നെ വീട്ടുകാര്യങ്ങൾ ചെയ്യണം, ഹൗസ് ഹോൾഡ് കോർ അത് നടക്കണം. അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസ് അല്ലെ, ലേഷർ, ഒഴിവ് സമയം, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്നിച്ചാണ് ഭാര്യയും ഭർത്താവും കൂടി ചെയ്യുന്നത്. അതാണ് കപ്പിൾ ടൈം എന്ന് പറയുന്നത്. ഇതിനെ അവര് വേർതിരിച്ചങ്ങ് വെക്കും, അത് സെപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് കഴിയും. എവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏതെങ്കിലും പ്രശ്നം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിൽ അത് അവരുടെ ജീവിതത്തെ സ്വാധീനം ചെലുത്താത്ത ഒരവസ്ഥ ഉണ്ടാക്കാൻ അവർക്ക് കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് ഉന്നത ആയിട്ടുള്ള ഇന്റിമസി ഉണ്ടാകുന്നത്. അവരെന്ത് ചെയ്യും? അപ്പോ വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരു പ്രശ്നമുണ്ട് അല്ലെ? ആ പ്രശ്നത്തിനെ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ, പരിഹരിച്ചിട്ടില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെയല്ലേ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവണം. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പ്രശ്നങ്ങളില്ലാതെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിഡ്ഢികളും
ആയിട്ടുള്ള ഒരാൾ ലോകത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാം. പ്രശ്നങ്ങൾ ഉണ്ടായേ ഉണ്ടാകും. അത് പരിഹരിക്കലാണ് ജീവിതം, അല്ലെ? അപ്പൊ അതിൽ ടെൻഷൻ, അല്ലെ, അതിന്റെ ഇതൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ നടക്കും. പക്ഷെ ഈ ദമ്പതികള് അങ്ങനെ വരുന്ന പ്രശ്നങ്ങള് അവരെ കുറിച്ച് അവർ ചിന്തിക്കും, പക്ഷെ അതങ്ങ് മാറ്റി വെക്കും. അതൊന്നും അവരുടെ ബന്ധത്തെ ബാധിക്കാൻ അവരനുവദിക്കില്ല. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഇതെല്ലാം ഒരു ക്യാപ്സ്യൂൾ ആക്കും എന്നാണ് പറയുന്നത്. ക്യാപ്സ്യൂൾ എന്താണ് ക്യാപ്സ്യൂൾ? നമുക്കറിയാം, ഇപ്പോ വളരെ ഈ രാഷ്ട്രീയം അറിയുന്ന ചില ആൾക്കാർക്ക് അറിയാം ക്യാപ്സ്യൂളുകൾ. അതായത് നവമാധ്യമങ്ങളില് രാഷ്ട്രീയ വളരെ ശക്തമായ ചർച്ചകൾ, ഭയങ്കര വഴക്കും അങ്ങനെയൊക്കെ വരുന്നത്. വഴക്കല്ല അവിടെ വരുന്നത്, അതാണ് സംഘർഷമാണ് അവിടെ വരുന്നത്. ആ സംഘർഷത്തില് ചില ക്യാപ്സ്യൂളുകൾ ഇറക്കാണ് ചെയ്യുന്നത്. ബുദ്ധിയുള്ള ഈ നല്ല ഇതിലുള്ള ക്യാപ്സ്യൂളുകൾ. അപ്പൊ ആ ക്യാപ്സ്യൂളുകൾ ഇറക്കുമ്പോ എന്താണ്, ഈ ക്യാപ്സ്യൂളാണ് വരുമ്പോ ആ ക്യാപ്സ്യൂളാണ് വഴങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പ്രശ്നം പരിഹരിക്കുക ചെയ്യുന്നത്. അപ്പൊ അത്തരം പ്രശ്നങ്ങളിൽ അടയിരിക്കില്ല അവര്, പക്ഷെ അതിനൊരു ക്യാപ്സ്യൂൾ ആക്കുക. അത് പരിഹരിച്ച് ഇതെങ്ങനെ പ്രശ്നം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പരിഹരിക്കാം എന്നവർ ചിന്തിച്ചിട്ട് അതിന് ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് പിന്നെ ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ മാത്രം അത് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ പരിഹരിക്കും. അതാണ് കൂടുതൽ ഇന്റിമസി ഉള്ള ആൾക്ക്. അപ്പൊ ക്യാപ്സ്യൂളായിട്ട് വരുമ്പോൾ രണ്ടുപേരെടുത്തും ക്യാപ്സ്യൂൾ ഉണ്ടാവും. ആ ക്യാപ്സ്യൂൾ ഇങ്ങനെ അതായത് ഇങ്ങനെ ഇതാണ് ഈ കാരണം, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമ്പോ ഇതാണ്, അങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇത് പരിഹരിക്കാൻ ഇതാണ് വഴി, ഇത് പരിഹരിച്ച് ചെയ്തു, അവരുടെ പ്രശ്നം അപ്പൊ തീർന്നു. ഇതാണ് ഹൈ ലെവൽ ഇന്റിമസി ഉള്ള ആൾക്കാരുടെ ജീവിതം. പിന്നെ അപ്പൊ അവർക്ക് വാദപ്രതിവാദങ്ങളുടെ പ്രശ്നമില്ല. അവർക്ക് ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെ വേണം മാതൃകാപരമുള്ള ദാമ്പത്യം. പിന്നെ പലതരത്തിലുള്ള ഇന്റിമസികൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പലർക്കും പലതാണ് ഇന്റിമസിയെ കുറിച്ചുള്ള സങ്കല്പം. അപ്പോ നാം എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധം വഴി? ഏതേത് തരത്തിലുള്ള ചില രീതിയിലുള്ള ഇന്റിമസി ആഗ്രഹിക്കുന്നില്ല, അതൊരു സത്യമാണ്. അപ്പോ അവരാഗ്രഹിക്കുന്നത് പൂർത്തിയായാൽ അവര് ഇപ്പൊ പലതരത്തിലുള്ള ഇന്റിമസി ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ പറഞ്ഞത് മുഴുവൻ ഭർത്താവ് കേൾക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന മുഴുവൻ ഭാര്യ കേൾക്കുന്നു. ഇതൊരു ഇന്റിമസി തന്നെയാണ്. ശാരീരിക തൊട്ടിട്ട് വൈകാരികം, അതായത് ഈ ഒരു ഭാര്യ ഏറ്റവും വേണ്ട ഗുണം ഇമോഷണൽ സപ്പോർട്ട് നൽകുക, വൈകാരിക പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഭർത്താവ് അതുപോലെ തന്നെ, ഭാര്യയ്ക്കും ഭർത്താവും പരസ്പരം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വൈകാരികമായുള്ള ഇന്റിമസി ഉള്ളവർക്കാണ് നടക്കുക. അപ്പൊ ഇന്റിമസി കൂടുതലുണ്ടെങ്കിൽ മെരിറ്റൽ ബോണ്ടിങ് ശക്തിപ്പെടും. ഇത്രയൊക്കെയാണ് ഇന്റിമസി. ഈ ഇന്റിമസിയെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്ത് നോക്കൂ. മെരിറ്റൽ എൻറിച്ച്മെന്റ് ആണെങ്കിൽ അതിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഇനിയും നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. നേരത്തെ വിഷയത്തിനെ കുറിച്ചും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പറയാം. കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ, സംഘർഷ പരിഹാരം. ഒരു വഴക്കുകൾ ഉണ്ടാകുമ്പോൾ അത് തീർത്തേ വെക്കൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. ഞാൻ ഈ ഷെയറിങ് നിർത്തിക്കോട്ടെ, ചർച്ചയിലേക്ക് പോയില്ല നമ്മള്. ഓക്കെ സർ, ഓക്കെ. ഷെയറിങ് നിർത്താം. സോ സംഘർഷാവസ്ഥയുടെ ഒരു അടുത്ത പടിയാണ് ഇന്റിമസി എന്ന് പറയുന്നത്. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അതിന്റെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകൾ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ ഇന്നത്തെ വിഷയത്തെ എന്തെങ്കിലും കൂടുതൽ അഡീഷണൽ ഷെയറിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ. എലിസബത്ത് മാം ഷെയർ ചെയ്യൂ. ഞാന് ഇന്നിപ്പോ ബാക്കിയുള്ള 4 ക്ലാസ്സും കേട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് വന്നത്. പക്ഷേ ഐ ഫൗണ്ട് ഇറ്റ് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ കൻ അണ്ടർസ്റ്റാൻഡ് പോയിന്റ്സ് ഒക്കെ കാര്യമായിട്ട് പറഞ്ഞ് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നമുക്ക്. സോ ഇറ്റ്സ് വെരി ഗുഡ്. കമ്മ്യൂണിക്കേഷന്റെ കാര്യവും അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതും അതിന്റെ വേരിയസ് മെത്തേഡ്സും ഒക്കെ നന്നായ രീതിയിൽ ചർച്ച ചെയ്തു. അതൊക്കെ വളരെ പ്രയോജനമാണെന്ന് തോന്നുന്നു. താങ്ക് യു. വെൽക്കം.
നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്ന് സ്വല്പം വ്യത്യസ്തമായി കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള തലത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കുറെ പോയിന്റുകൾ വിജയരാമൻ സാറിലൂടെ നമുക്കത് എവിടെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലും ഇതുപോലത്തെ ഏരിയകൾ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ക്ലാസ് ഒക്കെ നല്ല സൂപ്പർ ക്ലാസ് ആണ്. രണ്ടാമത്തെ ദിവസത്തെ സാർ അത് വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ ക്ലാസ്സുകളുടെ റെക്കോർഡിംഗ് ഉണ്ടോ? കേൾക്കാൻ പറ്റുമോ? പിന്നെ എല്ലാം ഉണ്ട്. അതെങ്ങനെയാ ആക്സസ് ചെയ്യുന്നത്? എനിക്ക് അയച്ചു എന്റെ യൂട്യൂബ് ചാനലിൽ നോക്കുക. അതല്ലെങ്കിൽ മാം എനിക്കൊരു മെസ്സേജ് ഇട്ട് തന്നാൽ ഞാൻ സാറിന്റെ ക്ലാസ് മാത്രമേ കിട്ടുക. ഞാൻ മെസ്സേജ് ഇടാം. ഓക്കെ, താങ്ക് യു. ഇവിടെ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ട്. വിജയരാമൻ സാറിന് തന്നെയായിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. സാർ ഏകദേശം ഒരു 30 ക്ലാസ്സോളം എടുത്തിട്ട് എനിക്ക് തോന്നുന്നു അല്ലെ? 28 ഇതിലാണോ? വേസ് ഓഫ് ലൈഫിലാണോ? ഡോക്ടർ സാബു കേരളം എന്നറിയാം. ഡോക്ടർ സാബു കേരളം. ഓക്കെ, അതിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ലിങ്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ചാനലുണ്ട്. ഓക്കെ ഓക്കെ, ചെക്ക് ചെയ്യാം. താങ്ക് യു. യൂട്യൂബ് എന്ന് പറഞ്ഞ ചാനൽ. റൈറ്റ്, താങ്ക് യു. വേറെ ആർക്കും ഷെയർ ചെയ്യാനുള്ള ഓമന മാം എന്തെങ്കിലും എനിത്തിങ്? മാം ശരിക്കും ഇന്ററാക്ട് ചെയ്തു. പറഞ്ഞോളൂ. ഇല്ല സാർ, അത് ഓരോരുത്തര് പിന്നെ എന്നാ പറയാ, സാധാരണ മട്ടിലുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ് സാർ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ സാധാരണ മട്ടിലുള്ള നോർമൽ ജീവിതം വളരെ വിരളമാണ്. ഇപ്പോഴത്തെ പിള്ളേരെ പേടിച്ചിട്ട് കുറച്ച് നീറ്റായി പോകാൻ ശ്രമിക്കുന്നുണ്ട്. അവര് കണ്ടതൊക്കെ ഓപ്പോസിറ്റിലായിരുന്നു. അതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ പെൺകുട്ടികളൊക്കെ വർക്കിംഗ് ആണ്. അപ്പം നന്നായിട്ട് ആൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് നന്നായി പോകുന്നുണ്ട്. ഈ അടുത്ത ദിവസം ഒരു ചെറിയ പെൺകുട്ടിയുടെ പ്രശ്നത്തിൽ ഒരു ചെറിയൊരു പരാതിയൊക്കെ എഴുതി കൊടുക്കേണ്ടി വന്നു. അപ്പം നോക്കുമ്പോൾ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് ആ പെൺകുട്ടികളുടെ സ്വർണം വേണം, അപ്പൻ്റെ അടുത്ത് പൈസ മേടിച്ചോണ്ട് വരണം. ആ ഒരു ട്രെൻഡ് ഇതെല്ലാം കേട്ടിട്ടും എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, എന്നാലും ആ ഒരു ട്രെൻഡ് മാറുന്നില്ല. അപ്പോൾ ആദ്യം ഒരു പ്രശ്നം ഉണ്ടായപ്പം ഞാനും കൂടെ നിർബന്ധം പിടിച്ച് കോംപ്രമൈസ് ആക്കിയതാണ്. ഇപ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞു, ഇന്ന് കൊടുത്തു കാണും, വനിതാ സെല്ലിലും കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ട്, കോപ്പി കൊടുക്കാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലത്തിൽ കൂടുതലായി. 4 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ആദ്യം ആ പ്രശ്നം ഉണ്ടായപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടതാണ് ആ പയ്യൻ. പഠിക്കാത്ത സ്ഥിതിക്ക് ഇനി ഭാഗ്യം പരീക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. നിയമത്തിന്റെ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും മാം പറഞ്ഞ പോലെയാ, ചിലവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം പണം ലഭിക്കാനൊക്കെ ഉള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിട്ടാണ് ഇപ്പോഴും അത്. ഈ പറയുന്ന പാർട്ട്ണർ മാത്രമല്ല, ഫാമിലി പോലും. അതെ, ഫാമിലി മുഴുവൻ ഒന്നിച്ചാണ്. അവര് പിന്നെ കല്യാണം കഴിക്കുമ്പം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഭയങ്കര, ഞാൻ പറയുന്നു ആ വാക്കിന് അഹങ്കാരം എന്ന് തന്നെയാ പറയും. പെണ്ണിന്റെ വീട്ടുകാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. അപ്പം ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തത് ഒരു ബൈക്കാണ്. ബൈക്ക് വാങ്ങുമ്പോൾ ഞാൻ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ദൈവം, ഇപ്പോഴേ ഇവർ ഈ ബൈക്കൊക്കെ വാങ്ങുന്നതിനാ. അത് ആദ്യം അവൻ പറ്റും. അവന് കാശില്ലാഞ്ഞിട്ടല്ല, അവൻ ഗൾഫിലാണ്. പക്ഷെ ഇതിന്റെ മേലെ ഭയങ്കര ഒരു അവകാശമാണ്. ആ ഫാമിലി അങ്ങനെ ഒരു കണ്ടീഷനിങ്ങിലായിരിക്കും. അതായി കുഴപ്പം. എന്തായാലും ആ ഒരു അധികാരം അവകാശം കൂടുതൽ വരുമ്പം സാറി പറയുന്ന നെഗോഷിയേഷൻ ഒന്നും നടക്കില്ല. പക്ഷെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നെഗോഷിയേഷൻസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷന്റെ സാധ്യതകൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ആദ്യം ഒന്ന് നെഗോഷിയേറ്റ് ചെയ്തതാ സാർ. വളരെ സഹിച്ച്, സാരമില്ല, ഒരു പെൺകുട്ടിയല്ലേ, പെൺകുട്ടിക്ക് അപ്പൻ ഇല്ലാണ്ടാക്കണ്ട, ഒറിജിനൽ അപ്പനുള്ളപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അപ്പന്മാരെ വേണ്ടെന്ന് വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവളെ കൊണ്ട് അവനെ വീട്ടുകാരറിയാതെ പോലും വിളിപ്പിച്ചൊക്കെ റെഡിയാക്കി എടുത്തതാണ്. എല്ലാവരും വട്ടത്തിൽ നിന്ന് ഒന്നിച്ച് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയതാണ്. അപ്പം അവൻ പഠിക്കണ്ടേ?
പിന്നെ ആ പെങ്കൊച്ചിനെ ഭാഗ്യം പരീക്ഷിക്കാൻ വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, ആ ഡിസിഷനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കാരണം അത് അവിടെ അങ്ങനത്തെ ഒരു സാധ്യത ഇപ്പം നമ്മുടെ കൊല്ലത്ത് കണ്ടില്ലേ, മൂർഖൻ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു. അതിന് മുമ്പുള്ള ഒത്തിരി സാധ്യതകൾ, എത്രയോ മോശമായ സാഹചര്യത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം, അത് അവിടെ അവർക്ക് ഒരു ടൂള് കിട്ടുവാണ്. കാരണം എന്ത് ചെയ്താലും പോകത്തില്ല, ധൈര്യമായിട്ട് മാനേജ് ചെയ്യാന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക് പോയാൽ എന്ത് ചെയ്യും? എന്നാ ചെയ്യുന്ന സർപ്രൈസ്. ഇപ്പൊ എന്റെ പഴയ നൈബറായിരുന്നു, അവര് പറയുക ഇങ്ങനെ വന്ന് ഒരു കൊച്ചിനെ കൊണ്ട് വീട്ടിൽ ഇരിക്കുന്ന ഒരുപാട് പെൺപിള്ളേരുടെ കാര്യം എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനോർത്ത് അപൂർവം കേസസ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് വിവാഹം കുടുക്കായി മാറുന്നത്. ഇതാണ് ശരിക്കും. ഓക്കെ, താങ്ക് യു. ഞാനൊന്ന് പറയുന്നു സർ. വിജയരാം സർ, ക്ലാസ്സുകൾ ഒരുവിധം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നു. ചില സമയത്തൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പ് തന്നെ ആ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ആ പുരുഷനും സ്ത്രീയും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. ഇതെന്തോ മാന്ത്രിക ലോകത്ത് ഞങ്ങളെ അടുപ്പിക്കുന്നു, ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. ഒരു ഉള്ളിലുള്ള, സാറ് പറഞ്ഞ വാക്ക് തന്നെയാണ് ഇൻറ്റിമസി. സ്ത്രീക്ക് സ്ത്രീയുടേതായതും പുരുഷന് പുരുഷൻ്റെതായിട്ടും ഇൻറ്റിമസി ഉണ്ട്. പക്ഷെ ആ ഇൻറ്റിമസി എത്തേണ്ടത് വിവാഹ ജീവിതത്തിന്റെ വിജയമെന്ന ഗോളിലേക്കാണെന്ന് പരസ്പരം ചിന്തിച്ചാൽ അതിനിടയിൽ വരുന്ന ചില്ലറ കിലുക്കങ്ങളൊക്കെ ഇല്ലാതായിപ്പോവും. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ്. ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ചു, 2 മാസം. ആ 2ാമത്തെ മാസത്തിൽ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തു. ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണ് എൻ്റെ മനസ്സാൽ. ആ മനുഷ്യൻ എന്നെ മറ്റൊരു തരത്തിലും ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കൊടുത്തിട്ടുള്ള, എൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടുള്ള 101 പവൻ എനിക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. അടിയിൽ കാരണം ഞാൻ വ്യക്തമാക്കുന്നു, എൻ്റെ ഭർത്താവിന് സെക്ഷൽ എബിലിറ്റി ഇല്ല. അവർ ഒപ്പിട്ട് SIക്ക് നേരിൽ കവറിൽ പോസ്റ്റ് ചെയ്തിട്ട് അവൾ കൂളായി വീട്ടിലേക്ക് പോയി. SI അന്വേഷണം നടത്തി, ആ മനുഷ്യനെ കണ്ടുപിടിച്ചു, ഭർത്താവിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഫർദർ എൻക്വയറിക്കും മറ്റൊന്നും നിൽക്കാതെ ഈ സ്ത്രീ പറഞ്ഞ പെറ്റീഷൻ കറക്റ്റെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക. വിവാഹമോചനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ കൊടുത്തോളൂ. പക്ഷെ അവരുടെ സമ്പത്ത് ഇവിടെ വെച്ചുകൊണ്ടുള്ള ഈ കളി പറ്റില്ല. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡായ, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ളൊരു പയ്യനായിരുന്നു. അവൻ ഈശ്വരാധീനം കൊണ്ട് ആ കുട്ടിയെ വിളിച്ച് SIയുടെ മുമ്പിൽ വെച്ച് പിന്നീട് ആ 101 പവനും തിരിച്ചു കൊടുത്തിട്ട് ഒരു സോറി പറഞ്ഞ് പിരിയുകയാണ് ചെയ്യുന്നത്. അത് കോടതിയിൽ പോയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചു, സർ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ പറഞ്ഞു കൊടുത്തത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കൊടുത്തത്, മോൾ ചിന്തിക്കുന്നത് 101% ശരിയാണ്. വൈവാഹിക ജീവിതത്തിൽ ശാരീരിക ബന്ധത്തിന് കഴിവില്ല എന്നൊരു പുരുഷനോ ഒരു സ്ത്രീയോ മനസ്സിലാക്കിയാൽ ഒരിക്കലും ആ ബന്ധത്തിലേക്ക് പോകരുത്. അല്ലാതെ ജീവിക്കാൻ മാർഗങ്ങളുണ്ടല്ലോ. എന്തിനാണ് ഒരു കുടുംബത്തെ തകർത്ത് തരിപ്പണമാക്കുന്നത്? ആ ഇമോഷൻ നമ്മൾ ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാറ് ഇത്തരം കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോയി എന്നുള്ളത് ഇതും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. വളരെ നന്നായിരുന്നു സാർ ക്ലാസ്. എനിക്ക് ഈ ഒരു അനുഭവം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു സാർ. സാറ് പറഞ്ഞതിലൊന്ന് ആഡ് ചെയ്തോട്ടെ സാർ. ഇതില് മെരിറ്റൽ എൻറിച്ച്മെന്റ് ആണല്ലോ ഞാൻ പറയുന്നത്. അപ്പൊ അതില് ഈ സെക്ഷൽ എൻറിച്ച്മെന്റിന്റെ അതൊരു വലിയൊരു പാർട്ടാണ്. സാറ് പറഞ്ഞ കേസില് ഇപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ലൈംഗികപരമായ കഴിവ് പുരുഷനില്ല എന്ന് പറഞ്ഞു. ഈ സെക്ഷുവാലിറ്റി എന്നൊരു ഇതുണ്ടല്ലോ, ഒരു കാര്യമുണ്ടല്ലോ, ആ സെക്ഷുവാലിറ്റിയുടെ അറിവ് ഈ പറയുന്ന ഈ പെൺകുട്ടിക്ക് വ്യക്തമായിട്ട് അറിവ് ഒരു പക്ഷെ ഇല്ലായിരിക്കാം. ആ പെൺകുട്ടിയുടെ മാത്രം വിലയിരുത്തലില് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ്. സെക്ഷുവാലിറ്റി സമൂഹത്തിനെ എന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റിയെ കുറിച്ച് യഥാർത്ഥ ജ്ഞാനം ഭൂരിപക്ഷം പേർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പോ
ഈ പെൺകുട്ടിയുടെ സമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത് അങ്ങനെയും സംഭവം ഉണ്ട്. സെക്ഷുവാലിറ്റി വളരെ വലിയൊരു സബ്ജക്റ്റ് ആണെന്നുള്ളത് അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത്. സാർ ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ സബ്ജക്റ്റ് എടുക്കാം, ലാസ്റ്റ് സെഷനിൽ. ക്ലിയർ ആണല്ലോ അല്ലേ സാർ? ആ പെൺകുട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് കം വിത്ത് മീ, വി വിൽ സീ എ ഡോക്ടർ. അത് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് നോ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ആ മനുഷ്യന് അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് തന്നെ ചിലപ്പോൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ കുട്ടി മാനസികമായി തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഈ മനുഷ്യനെ ഉപദ്രവിക്കാൻ ഞാനില്ല, ഞാൻ വിട്ടുപോകുന്നു, എനിക്കിനി മുന്നോട്ട് പോകാൻ ഒക്കില്ല. അവരുടെ ആദ്യത്തെ ശ്രമം അവർ നടത്തി നോക്കി, ആ കുട്ടിയോടൊപ്പം മുന്നോട്ട് വരില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് അവർ പോകുന്നത്. സാർ വേറൊരു പ്രശ്നമുണ്ട് സാർ. ഈ സ്ത്രീ പുരുഷ ബന്ധത്തില് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഐക്യം പെർഫെക്റ്റ് ആകുമ്പോഴാണ് ഇതില് ഈ കാര്യം സാറ് പറഞ്ഞ റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ആ വിജയത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു കോംപ്ലിക്കേറ്റഡ് മാറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാനുള്ള അധികാരം ഒന്നും ആ കുട്ടിക്കില്ല കേട്ടോ. അതെനിക്ക് പറയാനുള്ളത്. ശരി സാർ, നല്ല കോൺട്രിബ്യൂഷൻ സാർ, നല്ല കോൺട്രിബ്യൂഷൻ. അവരൊരു സപ്രസ്ഡ് ഇമോഷൻ കൊണ്ടു നടന്നിട്ട് അവര് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ആ സപ്രസ്ഡ് ഇമോഷൻ അപ്പോൾ തന്നെ എലിമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. പറയാൻ തയ്യാറായത് വളരെ നല്ലൊരു കാര്യം. പലപ്പോഴും പലരും യഥാർത്ഥ പ്രശ്നം ഇത് തന്നെയായിരിക്കും പലരുടെയും, പക്ഷെ പറയാനടക്കം മടിക്കുക. കാരണം ടാബൂസ് ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ചർച്ചയെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള പറയുന്ന സമൂഹമാണല്ലോ അത്. ഈ കാര്യം ചർച്ച പോലും ചെയ്യരുത്, മുണ്ടിപ്പോകരുത് എന്നാണ് കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിച്ചു വരേണ്ടത്. അങ്ങനെ ടാബ് വിലക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നശിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വൈവാഹിക ബന്ധത്തിൽ ഇത്. അപ്പൊ സാറ് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ലാസ്റ്റ് സെഷനിൽ നോക്കാം സാർ ഇതിൽ. ഓക്കെ സാർ, ഓക്കെ. തിരിച്ചും വരാം. ഓക്കെ. റോയ് സാർ ഒന്നും പറഞ്ഞില്ല. റോയ് സാർ. സാറ് ഏതായാലും ഇന്റിമസിയിലേക്ക് കൊണ്ടുവരാനാണ് സാറ് ശ്രമിച്ചത്. സംഘർഷഭരിതമായ ജീവിതം മാറ്റി ഒരു ഇന്റിമസിയിലേക്ക്. ഇന്റിമസി എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട ആളെ എപ്പോഴും കാണണം, ശബ്ദം കേൾക്കണം, ശാരീരികമായ സാമീപ്യം ഉണ്ടാകണം എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് ഈ ഇന്റിമസിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്ക് പോകണമെങ്കിൽ സംഘർഷഭരിതമല്ലാത്ത ഒരു കുടുംബജീവിതത്തിലേക്ക് പോയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് സാറ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. 3 C's പറഞ്ഞു, 3 R പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ യുവും ഐയും ഉപയോഗിക്കുന്ന കാര്യം. എനിക്കത് ഞാനത് ഇടയ്ക്ക് ഷെയർ ചെയ്തില്ലെന്നേ ഉള്ളൂ. അതായത് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നീ കാണിച്ചത് കുഴപ്പം, നിന്റെ ഇത് എന്ന് പറയുന്നതിന് വ്യത്യസ്തമായി ഞാൻ ഇന്ന രീതിയിലാണ് അത് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിച്ചത് എന്ന് പറയുന്നത് വളരെയധികം സംഘർഷഭരിതമല്ലാത്ത ജീവിതം കൊണ്ടുപോകാനുള്ള ഒരു പ്രധാന ഘടകമായി സാർ പോയിന്റ് ഔട്ട് ചെയ്തത് ഞാൻ വളരെയധികം മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എമ്പതി. ഞാനാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവളുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു എന്ന് പരസ്പരം ഒരു എമ്പതി വർക്കൗട്ട് ചെയ്താലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, അതിന് സംശയമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ എമോഷൻ കൺട്രോൾ ചെയ്യുക. ഇത് മറ്റാരുമല്ല, ഇത് എൻ്റെ പാർട്ട്ണറാണ്. അവിടെ വികാരപരമായി പൊട്ടിത്തെറിക്കാതെ ഒരു മനസാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ സംഘർഷഭരിതമല്ലാത്ത ഒരു കുടുംബജീവിതം കൊണ്ടുപോകാനും പറ്റും. മാത്രമല്ല ഒരു ഇൻറ്റിമസി അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അതല്ലാതെ പ്രശ്നങ്ങൾ ഓരോന്ന് എടുത്ത് ചർച്ച ചെയ്തും
തന്നെത്താൻ തീരാണ്ട് വരുമ്പോൾ വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താൽ ഒരു രക്ഷയില്ല. കൗൺസിലറൊക്കെ പോകുമ്പോഴതല്ല, അത് പരസ്പരം ഷെയർ ചെയ്യുകയാണ്. അതല്ലാത്തപ്പോൾ അത് വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യുക ഈ പ്രശ്നങ്ങളെല്ലാം. അപ്പോൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ പങ്കാളി എൻ്റെ കുറ്റം മറ്റൊരാളോട് പറയുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അകൽച്ച വരികയും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെത്താൻ പരിഹരിക്കാൻ നോക്കുകയും, അല്ലാതെ വന്നാൽ ഒരു കൗൺസിലിങ്ങിൻ്റെ സഹായവും കൂടി ഉണ്ട് എങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ കളഞ്ഞ് ഇൻറ്റിമസി വീണ്ടെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലും അനുഭവത്തിലും ഒക്കെ വന്ന പല കാര്യങ്ങളും എൻ്റെ ഇതിലേക്ക് വരുന്നു. അതിനുള്ള ഒരു ഇതായി, കാരണം നമ്മളതൊന്നും ഓർക്കണമെന്നില്ല. അതെല്ലാം കൊണ്ടുവരുന്നതിന് വിജയരാം സാറിൻ്റെ ഇതായിരിക്കും. ഞാനിപ്പോൾ നമ്മുടെ ഉലന സാർ പറഞ്ഞതുപോലെ ഞാനൊരു കാര്യം ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു ദമ്പതികൾ ഒരു 3-4 വർഷം കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് കൊണ്ടുവന്നത്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 4 വർഷമായ ദമ്പതികൾ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല. അത്ഭുതം തോന്നും നമുക്ക്. അപ്പോൾ ഈ പുരുഷനായ പയ്യൻ ഒത്തിരി ബുക്കുകളൊക്കെ വായിച്ച് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒത്തിരി കൺക്ലൂഷൻസ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഭാര്യയായ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അറിയാൻ വേണ്ട, ഒരു കാര്യവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുമില്ല, ആരും പറഞ്ഞു കൊടുത്തു. എന്ത് ചെയ്യുക? ഇവർ തമ്മിലുള്ള രാത്രികൾ ഒഴിവാക്കാനാണ് രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എങ്ങനെ ഇത് പറ്റിയെന്ന് പറയുന്നത്, അവിടെ ഒരു വളരെ കുറച്ച് ദിവസങ്ങളിലേ ഉള്ളൂ. ഇയാൾ കുറെ അകലെ ഒരു ഇതിലാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വരണ്ടല്ലോ, അന്ന് അവിടെ താമസിക്കും. ഇടയ്ക്ക് വീക്കെൻഡ് വരുന്നത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി കളഞ്ഞാൽ മതി. ആ രീതിയിൽ കൊണ്ടുപോവുകയായിരുന്നു. അത് വീട്ടുകാരും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വന്നത്. 4 കൊല്ലം എന്ന് പറയുമ്പോൾ അത്ഭുതം കാണുന്നത്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഏതായാലും അതിനെക്കുറിച്ച് വലിയ ഒരു ധാരണ ഇല്ലാണ്ട് വന്നുപോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ ദമ്പതികൾക്ക് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അതൊരു ഇതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇതിനുള്ള ഗൈഡ് ലൈൻസ് മറ്റൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് പുറത്ത് പറയുന്നത് അഭിമാനക്ഷതമാണ് എന്നൊക്കെയുള്ള ധാരണയിലാണ് കണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് അതിനകത്ത് വിഷയങ്ങൾ. ഏതായാലും ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ, ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗം വന്നപ്പോൾ തന്നെ കൂടുതൽ ആചാരമായി താല്പര്യമായി ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റിയെന്ന് മാത്രമല്ല, അതുവഴി രണ്ടുപേരിലും ഒരു സ്നേഹത്തിൻ്റെ ഭാഗങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇതായാലും പുറത്ത് അറിയാണ്ട് രണ്ടുപേരും അവരവരുടെ സൗകര്യം നോക്കി പോയാൽ എന്ത് ചെയ്യും? കൂടി അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ ഇതൊക്കെ കുടുംബജീവിതത്തിൽ നിന്ന് കണ്ടു വളരേണ്ടതാണ് മക്കളായിട്ട്. ഓക്കെ സാർ, ഏതായാലും വളരെയധികം ഈ പറയുന്ന തൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിലും ഒക്കെ ഉള്ള പല സംഭവങ്ങളിലൂടെ പോകാനുള്ള ഒരു അവസരം സാറിൻ്റെ ഈ ക്ലാസ്സിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റിമസിയെ കുറിച്ച് കേൾക്കാൻ കാത്തിരിക്കുന്നു. താങ്ക് യു സാർ. യെസ് സാർ. ഇത് ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്നേഹലത മാം, ഷാജി സാറ്, കുറെ പേര് ബാക്കിയുണ്ടല്ലോ അല്ലേ? സാബു സാർ മ്യൂട്ടാണ്. സാബു സാർ അൺമ്യൂട്ട് ചെയ്യോ? ഓക്കെ സർ. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച ഇൻറ്റിമസിയുടെ ഏരിയ ആണ്. വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ. അപ്പം കുറെ കോൺട്രിബ്യൂഷൻസ് വിജയരാം സാർ അഡ്വാൻസ് ആയിട്ട് എന്തൊക്കെയാണ് ആ ഏരിയയിൽ ടച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ ഒന്ന് സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും നമുക്ക് പ്രിപ്പയർ ചെയ്ത് വരാം. വിജയരാമൻ സാറിനൊപ്പം നമുക്കും ഫാമിലി കൗൺസിലിങ്ങിന്റെ ഭാഗമായി, അല്ലെ, ഫാമിലി ഗൈഡൻസിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിസോഴ്സും കൂടെ ഇതിനകത്ത് ഉപയോഗിക്കാം. എല്ലാവർക്കും പ്രയോജനകരമാവും. സോ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് വിജയരാമൻ സാർ. വൺസ് അഗൈൻ താങ്ക് യു. You are welcome, sir. You are welcome. So good night. Thank you and good night. Good night. Good night.